എനിക്ക് ആദ്യം അറിയേണ്ടത് ഈ നമുക്ക് ഏകദേശം 190ഓളം IEDCകളുണ്ടെന്നാണ് സങ്കല്പം. ഐ തിങ്ക് അതിലൊരു 150ഓളം വളരെ ആക്റ്റീവാണെന്ന് അറിയാം. പ്രൈമറിലി ദിസ് കവേഴ്സ് എഞ്ചിനീയറിംഗ് കോളേജസ്, പോളിടെക്നിക്സ് ആൻഡ് എ ഫ്യൂ ആർട്സ് ആൻഡ് സയൻസ് കോളേജസ്. ഇവിടെ വന്നതിൽ IEDC കോർഡിനേറ്റേഴ്സ് വന്നതിൽ ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നല്ലാതെ ആർട്സ് ആൻഡ് സയൻസ് കോളേജസ് എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? കോർഡിനേറ്റേഴ്സ് ഉണ്ടോ? ഒരാളുണ്ട്. ഏത് കോളേജ്? ഓക്കെ. പോളിടെക്നിക്കിൽ നിന്നുള്ള എത്ര പേരുണ്ട്? ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. സോ ഐ പ്രസ്യൂം ബാക്കിയുള്ളവർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. Why I wanted a show of hands in the first place was that ഈ IEDC ഈ ഇന്നൊവേഷൻ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞ് കോളേജിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ തുടങ്ങിയതിന് 2-3 റീസൺസ് ഉണ്ട്. അതിൽ ആദ്യത്തെ റീസൺ, നിങ്ങൾ ഒരുവിധമുള്ള എല്ലാ അധ്യാപകരും ചെറുപ്പക്കാരാണ്. നിങ്ങളൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, നമ്മളൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് 2-3 കാര്യങ്ങളിൽ ഒരു മാറ്റവും ഇല്ലാതെ എപ്പോഴും തുടരുന്നുണ്ട്. എല്ലാവരും വിചാരിക്കും നമ്മൾ പഠിക്കുന്ന ആ ഒരു ബാച്ചാണ് കോളേജിലെ ഏറ്റവും വലിയ മഹത്തായ ബാച്ച്. അതിനകത്ത് ആർക്കും ഒരു മാറ്റവും ഇല്ല. എല്ലാവരും വിചാരിക്കും ബാക്കിയുള്ളവന്മാരെല്ലാം അതിനെക്കാട്ടൊക്കെ വളരെ ഭയങ്കര സംഭവങ്ങളാണ് നമ്മളെന്നൊരു ധാരണയുണ്ട്. പോയിൻ്റ് നമ്പർ 1. പോയിൻ്റ് നമ്പർ 2, ഓൾ ഓഫ് us know that ആ പർട്ടിക്കുലർ ഏജിൽ ദർ ഇസ് ലോട്ട് ഓഫ് വിഗർ, ആക്ടിവിറ്റി, ഇനിഷ്യേറ്റീവ് ആൻഡ് ഒരു മൊത്തത്തിലൊരു എനർജിയുടെ ഒരു ബണ്ടിലാണ് ആ പർട്ടിക്കുലർ പ്രായത്തിൽ കുട്ടികൾ കടന്നു പോകുന്നത്. ഇതിനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ചാനലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദിസ് ഗെറ്റ്സ് ഡൈവേർട്ടഡ് ഇൻ ടു lot of things which may some of it may be good for the society, some of it may not be good for the society. കുറച്ച് അനാർക്കിസ്റ്റ് ടെൻഡൻസീസ് ഒക്കെ അതിനകത്തുണ്ടാകും. അപ്പോൾ ആൻഡ് വി ഓൾസോ നോ, ഐ തിങ്ക് ഐ ക്യാൻ വെരി ബോൾഡ്ലി സേ ദാറ്റ് നമ്മുടെ ഈ അക്കാഡമിക് റിഗർ, അത് എഞ്ചിനീയറിംഗിലായാലും പോളിടെക്നിക്കിലായാലും ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായാലും, ആ പ്രായത്തിലുള്ള കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അവരുടെ ഇൻ്റലക്ച്വൽ ആപ്പിറ്റൈറ്റിനെ പൂർണ്ണമായിട്ടും എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു റിഗർ നമ്മുടെ അക്കാഡമിക് പ്രോഗ്രാമിനില്ല. ഇത് വസ്തുതയാണ്. പക്ഷേ ഇതിൽ ഒരു എലിമെൻ്റ് ഉള്ളത്, വി ഓൾസോ ഹാവ് എ സിറ്റുവേഷൻ വെർ ലാർജ് നമ്പർ ഓഫ് കുട്ടികൾ പരീക്ഷയ്ക്ക് തോക്കുന്നു. അതൊക്കെ വേറൊരു കാര്യം. ബിക്കോസ് ദാറ്റ് ഈസ് ബേസിക്കലി ബിക്കോസ് അവരുടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലോ അല്ലെങ്കിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലുള്ള ഒരു അവരുടെ ധാരണക്കുറവോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളുമാണ്. ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു എൻ എഡ്യൂക്കേഷൻ, എന്താണ് വിദ്യാഭ്യാസം എങ്ങനെയെന്നുള്ളൊരു ചർച്ചയിലേക്കല്ല പോകുന്നത്. പക്ഷേ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ബാച്ച് കുട്ടികൾക്ക് അവർക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആൻഡ് ഐഡൻറ്റിറ്റിയിൽ അവർ വളരെ പ്രൗഡാണ്. ദാറ്റ് ഈസ് പോയിൻ്റ് നമ്പർ 1. അതേപോലെ ആ പഠിക്കുന്ന സ്ഥാപനത്തോട് അവർക്കൊരു വലിയ മമതയുണ്ട്. ആ സ്ഥാപനവും ഏറ്റവും മികച്ച സ്ഥാപനമാണെന്നൊരു തെറ്റിദ്ധാരണയോ ശരിയായ ധാരണയോ കുട്ടികൾക്കുണ്ട്. സോ ദിസ് ഐഡൻറ്റിറ്റി എലിമെൻറ്റ്, മലയാളത്തിൽ ഈ സ്വത്വം എന്നൊക്കെ പറയുന്നൊരു സാധനം വളരെ ശക്തമായിട്ടുണ്ട്. ദാറ്റ് ഇസ് പോയിൻ്റ് നമ്പർ 1. പോയിൻ്റ് നമ്പർ 2 ഇസ് ദാറ്റ് ദീസ് സ്റ്റുഡൻസ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ഏജ് ഹാസ് എ ലോട്ട് ഓഫ് അൺടാപ്ഡ് എനർജി ആൻഡ് പോസിബിലിറ്റീസ്. അതിനെ പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്യണത് എങ്ങനെയെന്നുള്ളൊരു ചലഞ്ചുണ്ട്. ആൻഡ് പോയിൻ്റ് നമ്പർ 3 ഈസ് നമ്മുടെ അക്കാഡമിക് റിഗർ പരിമിതമാണ്. ഇത് 3ഉമാണ് അടിസ്ഥാന ഘടകങ്ങൾ. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ പറയുന്ന ഒരു ആക്ടിവിറ്റിയെ, IEDC എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയെ നോക്കിക്കാണാനായിട്ട്. IEDC അല്ല, കോളേജിൽ നടക്കുന്ന എന്ത്, കോളേജിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ നടക്കുന്ന എന്ത് ആക്ടിവിറ്റി ആയാലും അതിനെ നോക്കിക്കാണാനായിട്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റിയിൽ നമുക്ക് വളരെ പ്രധാനമായിട്ട് വരുന്ന ഒരു എലിമെൻറ്റ്, ചില കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസത്തിൻ്റെ തിയറിയിൽ പറയുന്ന ഒരു പ്രധാന എലിമെൻറ്റ്, കുറച്ച് കുട്ടികൾക്ക് കാര്യങ്ങൾ കേട്ടാൽ മനസ്സിലാകും. കുറച്ച് കുട്ടികൾക്ക് കാര്യങ്ങൾ ഓഡിറ്ററിയാണ് അവർ. കുറച്ച് കുട്ടികൾക്ക് ഒരു വിഷ്വൽ ഇൻപുട്ടാണ് അവർക്ക് വേണ്ടത്. എക്സ്പ്രസീവ്നെസ് എന്ന് പറയുന്നത് ഒരു വിഷ്വൽ മോഡിലാണ് വരുന്നത്.
ഒരു വരയ്ക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഒരു ചിത്രം കാണുകയോ ഒരു സിനിമ കാണുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ നന്നായിട്ട് മനസ്സിലാവും. ഒരു കാര്യം കേൾക്കുന്നതിനെക്കാട്ടിയും അല്ലെങ്കിൽ ഒരു കാര്യം വായിക്കുന്നതിനെക്കാട്ടിയും മനസ്സിലാകുന്നത് ഒരു ചിത്രം കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോഴോ ഒക്കെ ആയിരിക്കും. വേറെ ചിലർക്ക് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കൂടെയാണ് ഇക്കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുക. ഇതിനുള്ള ഈ 3 തരത്തിലുമാണ് കുട്ടികൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു കഴിവുള്ളത്. സ്കൂൾ തലത്തിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒരു പരിധിവരെയൊക്കെ സ്കൂളിൽ നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് വന്നിട്ടുള്ളൊരു വലിയ പരിമിതി കോളേജ് തലത്തിലേക്ക് എത്തുമ്പോൾ ഈ തരത്തിലുള്ള ആക്ടിവിറ്റീസിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ ഡെപ്ത്ത് വളരെയധികം നാരോ ഡൗൺ ചെയ്തു വരികയാണ്. നമ്മളതിനെ പ്രാക്ടിക്കൽ സെഷൻസ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ ലാബുകളിലുള്ള സെഷൻസ് മാത്രമാണ് നമ്മളൊരു ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. മറ്റേത് മുഴുവനും നമ്മളൊരു ലെക്ചർ മോഡിലോ അല്ലെങ്കിൽ ഒരു പരിധിവരെ വേറെ ഒരു വിഷ്വൽ പോയിൻ്റൊക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു മോഡിലോ ആണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള പരിമിതി അല്ലെങ്കിൽ സാധ്യത പൂർണ്ണമായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഓഫ് കോഴ്സ് ലാബുകളിലൊക്കെ ഗ്രൂപ്പ് പ്രോജക്ട്സാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ 3-4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പല കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ പറഞ്ഞ ഒത്തിരി ആക്ടിവിറ്റീസ് ഇപ്പോൾ സ്കൂളുകളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ദേ ഹാവ് ഹോബി ക്ലബ്സ്, ഫോട്ടോഗ്രാഫി ക്ലബ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ മുതൽ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് മുതൽ ലൈബ്രറി ക്ലബ്ബ്, ലിറ്റററി ക്ലബ്ബ്, ഇങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ്. പക്ഷേ കോളേജിലേക്ക് ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൻ്റെ എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ സ്പ്രെഡ് പൊതുവിൽ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ വിച്ച് പ്രാക്ടിക്കലി മീൻസ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, നേരത്തെ പറഞ്ഞ പോലെ വലിയ ബണ്ടിൽ ഓഫ് എനർജീസ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് അല്ലെ അവർക്ക് പൂർണ്ണമായിട്ടും ഇമേഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ പ്രൊവൈഡ് ചെയ്യാനോ നമുക്കൊരു പരിമിതി നേരിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത. ഞാനൊക്കെ കോളേജിൽ പഠിച്ചിട്ടിരുന്ന സമയത്ത് എൻ്റെ കോളേജിൽ ഈ എല്ലാ കോളേജുകളിലും നടക്കുന്നത് പോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു കോളേജ് യൂണിയൻ ഇനോഗ്രേഷൻ, ഒരു ആർട്സ് ഡേ, ഒരു സ്പോർട്സ് ഡേ, ഒരു ലിറ്റററി ഡേ ആൻഡ് ഒരു ഫൈനൽ ഫങ്ഷൻ, പെർഹാപ്സ് ഒരു ഫിലിം ഫെസ്റ്റിവൽ. ഇതാണ് ആക്ടിവിറ്റി, സ്ഥിരമായിട്ട് വരുന്ന ആക്ടിവിറ്റി. ഇത് ചെയ്യുന്ന ഒരു യൂണിയൻ ഭാരവാഹികളോ അല്ലെങ്കിൽ കോളേജ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കുറച്ച് പേരോ ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവിൽ കുട്ടികൾ ഇതിൻ്റെ ഒരു റെസിപ്പിയൻസ് മാത്രമാണ്. ദേ ആർ നോട്ട് ആക്റ്റീവ് പാർട്ടിസിപ്പൻസ്. അപ്പോൾ കുട്ടികളെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആക്കി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സെറ്റ് ഓഫ് മേഖലകൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് വിദ്യാഭ്യാസത്തിൻ്റെ പൊതുവിലുള്ള സംവിധാനത്തിനകത്ത് അത് വളരെ അത്യാവശ്യമുള്ള കാര്യം. ഈ കോണ്ടെക്സ്റ്റിലാണ് നമ്മുടെ ഈ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് കോളേജുകളിലേക്ക് നമ്മൾ കൊണ്ടുവരാനൊരു ശ്രമം തുടങ്ങിയത്. മീൻസ് പ്രൈമറിലി ഒത്തിരി കുട്ടികൾക്ക് കോളേജിൽ വരുന്ന കുട്ടികൾക്ക് ഒരു 10 മുതൽ 20% കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന ഒരു ധാരണ, ഒരു ആഗ്രഹം, ഒരു ഡ്രൈവ്, ഒരു പക്ഷേ ഒരു വ്യക്തത ഒരു പക്ഷേ ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഒരു സ്പാർക്ക് ഉള്ളിലുണ്ടെങ്കിൽ ഇത് കണ്ടെത്താൻ നമുക്ക് കഴിയണം. അങ്ങനെ ഇങ്ങനൊരു സ്പാർക്ക് ഉണ്ടെന്ന് കണ്ടെത്തുന്ന കുട്ടികളെ നമുക്ക് അഗ്രിഗേറ്റ് ചെയ്യാൻ കഴിയണം. അഗ്രിഗേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ ഈ ഉള്ളിലുള്ള സ്പാർക്ക് കെട്ടുപോകാതെ അതിനെ അടുത്ത ലെവലിലേക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. ഇതാണ് IEDCയുടെ പ്രാഥമിക കർത്തവ്യം. അതിൻ്റെ കൂടെ ഈ പറഞ്ഞതുപോലെ ആ കുട്ടികൾക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാനോ ആ കുട്ടികൾക്ക് വേണ്ട ലിങ്കേജസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനോ ആ കുട്ടികൾക്ക് വേണ്ട ബ്രോഡറായിട്ടുള്ള ഒരു മെൻറ്ററിങ് അല്ലെങ്കിൽ സപ്പോർട്ട് ഫങ്ഷൻ ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഘടകം. പക്ഷേ രണ്ടാമത്തേതിൻ്റെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ബിക്കോസ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ, സെക്ടർ ടു സെക്ടർ. ഒരു പക്ഷേ ഇതായിരിക്കും. പക്ഷേ നമ്മുടെ പ്രൈമറി ഡ്യൂട്ടി ഈ പറഞ്ഞതുപോലെ കുട്ടികളുടെ ഇടയിൽ ഇത്തരത്തിൽ കുട്ടികൾക്ക് എമംഗ് സ്റ്റുഡൻസ് ഇത്തരത്തിലുള്ള ഒരു ഐഡിയ, ഒരു സ്പാർക്കോ ഉള്ള കുട്ടികളെ കണ്ടെത്താൻ കഴിയണം. ആ കണ്ടെത്തുന്ന കുട്ടികൾക്ക് അവർക്കത് ചോർന്നു പോകാതെ അത് കാത്തു സൂക്ഷിക്കാൻ കഴിയണം. ഇതാണ് പ്രധാന ലക്ഷ്യം. ഇക്കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു അനുഭവം, മലയാളത്തിൽ ഒരുപക്ഷെ ഇപ്പോഴാണ് ഈ കല ഒരു വലിയ ചർച്ചാ വിഷയമാകുന്ന കാര്യം. കല, പ്രത്യേകിച്ച് ഈ ചിത്രകലയെക്കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ ചിത്രകല വളരെ അടുത്ത കാലത്താണ് വളരെയധികം
ചർച്ച ചെയ്യപ്പെടുകയും ഒരു ചിത്രകലയെക്കുറിച്ചൊരു ബോധ്യം ആളുകൾക്ക് വരികയും ബിനാലെയൊക്കെ വന്നതോടുകൂടി അതിൻ്റെ കമേഴ്സ്യൽ സാധ്യതകളൊക്കെ തെളിഞ്ഞു വരികയും ചെയ്തു. ഇതൊക്കെ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് കേരളം സൃഷ്ടിച്ച ഏറ്റവും പ്രതിഭാധനയായ ഒരു ചിത്രകാരി നമുക്കുണ്ടായിരുന്നു, പത്മിനി. പത്മിനി വളരെ ചെറുപ്പത്തിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആത്മഹത്യ ചെയ്യണം മരിച്ചു പോകണമെന്ന് എനിക്കറിയില്ല, വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയ സ്ത്രീ. പക്ഷേ ഈ പത്മിനി ഒരു ചിത്രകാരിയായി മാറിയത് ഒരു അവിശ്വസനീയമായ കഥയാണ്. എനിക്ക് നേരത്തെ അറിയില്ല, എന്നെക്കാട്ടിയും പ്രായത്തിൽ മൂത്തതാണ് പത്മിനി. അപ്പം എനിക്ക് പത്മിനിയെ അറിയത്തുമില്ല. പത്മിനിയുടെ ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പത്മിനി അവിശ്വസനീയമായ പ്രതിഭയുള്ള ഒരു ലേഡിയായിരുന്നു എന്നാണ് വിലയിരുത്തിയിട്ടുള്ളത് കലാനിരൂപകരുമൊക്കെ. പത്മിനിയുടെ കൂടെ പഠിച്ചതാണ് നമ്മുടെ സുപ്രസിദ്ധ എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ. സി രാധാകൃഷ്ണൻ സാറ് പറഞ്ഞ ഒരു കഥയുണ്ട് ഈ പത്മിനിയെ കണ്ടെത്തിയ കാര്യം. പത്മിനി സാറിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ സ്വന്തം കാൽവിരലുകളിൽ നോക്കി സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്ന 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഈ പെൺകുട്ടിക്ക് വരയ്ക്കാൻ കഴിവുണ്ട് എന്ന് കണ്ടെത്തുന്നത് ആ കുട്ടിയുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ചിത്രകലാധ്യാപകനായിരുന്നു. ഇദ്ദേഹം ഈ കുട്ടിക്ക് വരയ്ക്കാനൊരു കഴിവുണ്ടെന്ന് കണ്ടെത്തുകയും വരയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടി ഈ മോൾഡിൽ നിന്ന് മാറിയത്. ഇല്ലെങ്കിൽ ഒരു സാധാരണ വീട്ടമ്മയായി പൊന്നാനി ഭാഗത്ത് സെറ്റിൽ ചെയ്യേണ്ട ഒരു കുട്ടി ഈ കഴിവുണ്ടെന്ന് കണ്ടെത്തി ആ കഴിവ് പരിപോഷിപ്പിക്കാൻ വികസിപ്പിക്കാനുള്ള ഒരു വഴി ഇദ്ദേഹം പറയും. അദ്ദേഹത്തിൻ്റെ ഒരു LP സ്കൂൾ ചിത്രകലാ അധ്യാപകന് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള പരിമിതി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് കെടാതെ നോക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. ഇന്ന് പത്മിനിയെ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഈ അധ്യാപകന് ഒരു കുഞ്ഞും ഓർക്കുന്നില്ല, ഇതാണ് വസ്തുത. പക്ഷെ പത്മിനിയുടെ ജീവിതകാലം മുഴുവനും ഈ അധ്യാപകനോട്ട് വല്ലാത്തൊരു ആത്മബന്ധമുണ്ട്. പത്മിനിയുടെ ഓരോ ട്രോമയിലും, ജീവിതത്തിലുണ്ടായ ഓരോ ട്രോമയിലും, ഓരോ കരിയറിൻ്റെ സ്റ്റേജിലും ഈ അധ്യാപകൻ അദ്ദേഹത്തിന് ആ സമയത്ത് അദ്ദേഹത്തിന് ഗൈഡ് ചെയ്യാനുള്ള കഴിവില്ല, പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശവും ഇവരെപ്പോഴും ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇതേപോലെ കഴിവുള്ള ഒരാളെ കണ്ടെത്തി ആ കഴിവിൻ്റെ ആ സ്പാർക്ക് കെടാതെ സൂക്ഷിക്കുന്ന ഒരു വലിയ ദൗത്യമാണ് IEDCയുടെ ചുമതലയുള്ള മെൻറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് and to ensure that this they are kept alive and kept vibrant is the second most important thing. അപ്പോൾ ഇതിൽ ഐഡൻറ്റിഫിക്കേഷൻ നിങ്ങളിപ്പോൾ എന്ത് പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പോസിബിളി സാധാരണഗതിയിൽ ഞാൻ പ്രസ്യൂം ചെയ്യുന്നത് കോളേജുകളിൽ IEDC ഒരു ക്ലബ്ബുണ്ട് എന്നൊരു പൊതു ധാരണ കുട്ടികൾക്ക് ഉണ്ടാവുകയും ആ ക്ലബ്ബ് ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണെന്നതിനെക്കുറിച്ച് ഒരു ധാരണ പരത്താൻ ശ്രമിക്കുകയും ഇതിന് മുമ്പ് IEDCയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനായിട്ടൊരു വേദി തുറക്കുകയും അതിൻ്റെ ഭാഗമായി കുറച്ച് പേര് വാക്കിനായിട്ട് വരികയും ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരിക്കണം നടക്കുന്നത്. അല്ലാതെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികളെയും പരിചയപ്പെട്ട് ആ കുട്ടികളുമായിട്ടൊരു ഒരു 1-to-1 ഇൻറ്ററാക്ഷൻ വഴി ഈ കുട്ടിക്ക് ഇതിനകത്തുള്ള സാധ്യതയുണ്ടോ, ഈ കുട്ടിക്ക് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള പ്രോസസ് ഒന്നും നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മളത് ഏത് ലെവലിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതായത് ഐ തിങ്ക് ദർ വിൽ ബി ലോട്ട് ഓഫ് എക്സ്ക്ലൂഷൻ എറേഴ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഹൗ IEDCs are functioning today. People who know about IEDC, people who feel that I need to come and this is perhaps a good forum for me to come എന്ന് തോന്നുന്ന ഒരാൾ ഇതിനകത്ത് കടന്നു വരാമെങ്കിലും അങ്ങനെ പറയാനുള്ള ധൈര്യമോ അങ്ങനെ പറയാനുള്ള പറയാൻ സങ്കോചമോ ഉള്ള ഒരാൾ ഇതിനകത്ത് നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. there is an exclusion error. We need to correct that at some point of time. Perhaps not immediately, but at some point of time. രണ്ട്, ഇതിനകത്ത് ഈ വരുന്ന ആൾക്കാർ ഈ എക്സ്ക്ലൂഷൻ എറർ ഇസ് എ പോയിന്റ് ഓഫ് കൺസേൺ. പക്ഷേ ഇൻക്ലൂഷൻ എറർ ഉണ്ട്. ഇൻക്ലൂഷൻ എറർ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ വളരെ പ്രത്യേകിച്ച് നമ്മൾ ഈ സ്റ്റേജിൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇൻക്ലൂഷൻ എറർ എന്ന് പറഞ്ഞാൽ IEDCയിലേക്ക് വന്ന ഒരു സ്റ്റുഡൻറ്റ് ആൻട്രപ്രണറായിട്ട് സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കുറച്ച് അറ്റൻഡൻസിനകത്ത് കുറച്ച് കൺസെഷൻസ് കിട്ടും, കുറച്ച് ഗ്രേസ് ഗ്രേസ് മാർക്ക് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്.
അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ അതിനകത്തൂടെ ഒന്ന് കയറി അങ്ങ് പോയേക്കാം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇവരെ നമ്മൾ ചെവിക്ക് പിടിച്ച് പുറത്ത് കളയുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് രണ്ടും ഇതിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതുണ്ട്. സോ ക്വാളിറ്റി ഓഫ് നമ്മുടെ ഈ സ്റ്റുഡൻസ് ഹു ഗെറ്റ്, ദർ ആർ സ്റ്റുഡൻസ് വിത്ത് അൺബിലീവബിൾ പൊട്ടൻഷ്യൽ, ദർ ആർ സ്റ്റുഡൻസ് വിത്ത് ലേറ്റൻറ്റ് പൊട്ടൻഷ്യൽ. ഇവരെ ഇതിനകത്തേക്ക് വരുന്നെന്ന് ഉറപ്പാക്കുകയും ഇതിനകത്ത് വഴിതെറ്റി വന്ന് കയറിയിട്ടുള്ള ആൾക്കാരെ പുറത്തേക്ക് കളയുകയും ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ടേണിംഗ് പ്രോസസ്സ് IDCയിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇതിൻ്റെ IDCസിൻ്റെ ഈ ഏറ്റവും പ്രധാന ഫങ്ഷൻ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് വാട്ട് ദേ ക്യാൻ ഡു ഈസ് പ്രൈമറിലി ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് പൊതുവിൽ പറയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഒരു ബേസിക് ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം സ്റ്റാർട്ടപ്പുകൾക്ക് പോകുന്നു. ഇപ്പോൾ കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും ഈ സ്റ്റീവ് ജോബ്സ്, മറ്റേ ബിൽ ഗേറ്റ്സ് ടൈപ്പ് ഓഫ് തിങ്, അതായത് കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് ഒരു കണ്ടുപിടുത്തത്തിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രോസസ്സ് കേരളത്തിൽ ഇപ്പോഴും അത് വലുതായിട്ട് വന്നിട്ടില്ല. പക്ഷേ സ്റ്റാർട്ടപ്പുകളെ അപ്പോൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും, പാസ്സാവുന്നുള്ളത് വേറെ കാര്യം, കോഴ്സ് കംപ്ലീറ്റ് അങ്ങനെ ചെയ്തു വെക്കും. അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇന്നത്തെ കോൺടെക്സ്റ്റിൽ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് 21 വയസ്സാവും പൂർത്തിയായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറക്കാനായിട്ട്. കുറഞ്ഞത് 21 വയസ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടിക്ക് അവനൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ ഐഡിയയെ ഒരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റായിട്ട് മാറ്റുന്ന ഒരു പീരീഡ്, ഒരു റിഗറസ് പീരീഡ് എന്ന് പറയുന്നത് 2 വർഷത്തോളം. ആ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റിൽ നിന്ന് അതിനെ ഒരു പ്രോഡക്റ്റാക്കി മാറ്റാനായിട്ട് വീണ്ടും ഒരു 2 വർഷമോ 3 വർഷമോ എടുത്തേക്കും. അത് കഴിഞ്ഞിട്ട് ആ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് പ്രോഡക്റ്റായി മാറിയ പ്രോഡക്റ്റ് മാർക്കറ്റിലെത്തി അതിനകത്ത് നിന്ന് റവന്യൂ സ്ട്രീം കിട്ടാനായിട്ട് വീണ്ടും ഒരു 2 വർഷം എടുത്തേക്കും. സോ 5 to 7 ഇയേഴ്സ് എടുക്കും ഒരു ഐഡിയ ഒരു എൻ്റർപ്രൈസായിട്ട് മാറി ഒരു സസ്റ്റൈനബിൾ എൻ്റർപ്രൈസായിട്ട് മാറുന്ന പ്രോസസ്സിലേക്ക് എത്താനായിട്ട്. ഈ 7 ഇയേഴ്സ് കഴിയുമ്പോൾ ഈ കുട്ടിയുടെ 21 വയസ്സ് കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്നൊരു കുട്ടി പ്രാക്ടിക്കലി 28 or 29 വയസ്സാവും. ആ സമയത്ത് അവൻ ഹീസ് ഇൻ ദ then he goes through this whole between 25 and 30 ആണല്ലോ ശരിക്കും ഒരു ലൈഫ് ബിൽഡ് ചെയ്യുന്ന ഒരു സ്റ്റേജ്. ഈ സമയത്തുണ്ടാകുന്ന ചെറിയ ഇത് മുഴുവനും ഇവൻ്റെ മൊത്തത്തിലുള്ള ഫ്യൂച്ചറിനെ എഫക്റ്റ് ചെയ്യും. ഇതാണ് നടക്കുന്നൊരു കാര്യം. അപ്പോൾ ഈ IDCകളുടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാർട്ടപ്പ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മൾ ഈ 7 ഇയർ ടൈം ഫ്രെയിമിനെ എത്രത്തോളം അക്കാഡമിക് പ്രോഗ്രാമിൻ്റെ പീരീഡുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് ഇത് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. So that by the time he finishes his course, his proof of concept is more or less tried out. And perhaps he even has a product. പ്രത്യേകിച്ച് ഈ ഹൈടെക്, നോട്ട് അബൌട്ട് ഹാർഡ്വെയർ അല്ലാത്ത ഈ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് ടൈപ്പ് ഓഫ് ദിസ് തിങ്സിനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രോഡക്റ്റായിട്ട് തന്നെ ഇറങ്ങാൻ കഴിയും. അങ്ങനത്തെ ഒരു ആക്സലറേഷനാണ് നമ്മളിതിനകത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദാറ്റ് മേക്സ് എ സബ്സ്റ്റാൻഷ്യൽ ഡിഫറൻസ്. Very interesting thing which is happening in Kerala is that during the last 3-4 years ഇത് സംഭവിച്ചു തുടങ്ങി. പ്രാക്ടിക്കലി ഇന്ന് കോളേജിൽ I know of a student or a group of students, അവരുടെ ഫൈനൽ ഇയർ പ്രോജക്റ്റ്, അവർ ഫൈനൽ ഇയറിൽ ചെയ്യേണ്ട പ്രോജക്റ്റ് ചെയ്യുന്നത് അവരുടെ ഈ ദിസ് ഐഡിയ വിച്ച് ഇസ് ക്ലോസ് ടു ദെയർ ഹാർട്ട്, അവർക്കറിയാവുന്ന, അവരുടെ സ്ഥാപനം പ്രവർത്തിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന മേഖലയിലെ ഒരു ഐഡിയയിലാണ് അവർ ഫൈനൽ ഇയർ പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പൊതുവിലുള്ള കരിക്കുലം റിഗറുമായിട്ട് അതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആലോചിക്കാൻ കുട്ടികളിപ്പോൾ തയ്യാറായി തുടങ്ങി. അതിനെ കുറച്ചുകൂടി ശാക്തീകരിക്കുകയും ഈ പ്രോസസ്സ് നമ്മൾ കൃത്യമായിട്ട് വെഡ്ജ് ചെയ്ത് ഏറ്റവും ഏർലി ആയിട്ട് തന്നെ കുട്ടിയെ കണ്ടെത്തി ഈ പറയുന്ന പ്രോസസ്സിലേക്ക് അവനെ വെഡ്ജ് ചെയ്ത് ഈ പറയുന്ന പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു സബ്സ്റ്റാൻഷ്യൽ ലൈഫ് സൈക്കിൾ ഓഫ് ദിസ് സ്റ്റാർട്ടപ്പ് അവന് കംപ്ലീറ്റ് ചെയ്യാൻ എനേബിൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് IDCക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ദൗത്യം. ഇത് ചെയ്യുമ്പോൾ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ക്ലാസ്സിൽ കുറച്ച് സമയം നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ കുറച്ച് പഠിക്കാനുള്ള സമയത്തിന് യൂസ് ചെയ്യുകയാണ്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ ഈ ഗ്രേസ് മാർക്കും മറ്റേ ഈ അറ്റൻഡൻസിൻ്റെ ഇതും ക്രെഡിറ്റും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അത് ആ രീതിയിൽ അത് ഉപയോഗിക്കപ്പെടുന്നതിനുള്ള കാര്യം ഗൗരവമായിട്ട് വിലയിരുത്തേണ്ടതുണ്ട്. ഇതാണ് രണ്ടാമത്തെ എലിമെൻറ്റ്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ എറേഴ്സ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. ആ IDC ലെവലിൽ
ഹൗ ഡു വി എൻഷുർ ദാറ്റ് ഈ സ്പാർക്കുള്ള കുട്ടികളെ നമ്മൾ കണ്ടെത്തി എന്ന് ഉറപ്പാക്കും. 2, അവരുടെ ഈ എൻറ്റയർ പ്രോഗ്രാമിനകത്ത് അവരുടെ അക്കാഡമിക് പ്രോഗ്രാമിനോട് കൺകറൻ്റായിട്ട് തന്നെ അവരുടെ ഈ പറയുന്ന ഒരു എൻ്റർപ്രൈസ് ഐഡിയ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഐഡിയ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഐഡിയ അതിനെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് ഫേമപ്പ് ചെയ്തെടുക്കാനുള്ള പ്രോസസ്സ് എത്രത്തോളം ചെയ്യാൻ കഴിയും. ഇത് രണ്ടുമാണ് IEDCകളുടെ പ്രധാനപ്പെട്ട ഇത് വരുന്നത്. പിന്നെ 3, കുറച്ച് IEDCസിലെങ്കിലും ഒരു ജനറേഷൻ ഓഫ് കുട്ടികൾ ഈ പ്രോസസ്സ് മുഴുവൻ കഴിഞ്ഞ് പുറത്തേക്ക് പോയി അവർ ഒരു പരിധി വരെ സക്സസ്ഫുള്ളായിട്ടോ എസ്റ്റാബ്ലിഷ് ആയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു എൻ്റർപ്രൈസ് നടത്തുന്നതിനകത്ത് ഡാബിൾ ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്ക് ക്യാമ്പസിൽ ഇപ്പോൾ ഉള്ള കുട്ടികളോട് കണക്ട് ചെയ്യാനും ഈ ക്യാമ്പസിലുള്ള കുട്ടികൾക്ക് അവരിൽ നിന്ന് ലേൺ ചെയ്യാനും ക്യാമ്പസിലുള്ള പുതിയ ട്രെൻഡ് ഈ കുട്ടികൾക്ക് മനസ്സിലാക്കാനും കഴിയുന്ന ലിങ്കേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇത് 3മാണ് പ്രൈമറിലി IEDCs ചെയ്യേണ്ടത്. കുറേ ഇതിനൊരു നിയതമായ ഫ്രെയിം വർക്കിൽ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രോട്ടോക്കോളോ ഒരു മാനുവലോ ഒരു ലെസൺ പ്ലാനോ പോലെ നമുക്കത് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിലും we have been doing it in a very flexible manner, but I think now we have come to a stage where we need to learn from the learnings of you people in individual institutions. അതിൻ്റെ ബേസിസിൽ ഒരു കോമൺ പ്രോട്ടോക്കോൾ ഈ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. So I think after this workshop, after this session, after this IEDC conclave, I think we will have, during this vacation, we will have a small group of IEDC coordinators to work out, sit down, brainstorm and work out a manual for IEDC type of thing. And which is obviously flexible. It has to be kept substantially flexible. ഇതെന്തുണ്ടായി കഴിഞ്ഞാലും ഈ മാനുവൽ ഓരോ കോളേജിലെയും ഓരോ സ്ഥാപനത്തിലെയും അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ സ്റ്റാൻഡ് കൃത്യമാണ്, അവിടുത്തെ സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റം വ്യത്യാസമാണ്, റിയൽ പൊളിറ്റിക്സ് ഡിഫറെൻ്റാണ്, എക്കണോമിക് സിസ്റ്റംസ് വ്യത്യാസമാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത് ഓരോ കോളേജിലേക്ക് നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്യേണ്ടി വരും. ദാറ്റ് ഇസ് സംതിങ് വിച്ച് യു ക്യാൻ ഡു അറ്റ് യുവർ ലെവൽ. പക്ഷേ ഒരു ബ്രോഡ് ചെക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രോഡ് അപ്രോച്ച് നമ്മൾ കോമൺ ആയിട്ട് ഒരെണ്ണം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു പ്രോസസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നൗ ഈ IEDCസിനെ എനേബിൾ ചെയ്യാനായിട്ട് അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ ഉള്ള കണക്റ്റ് കൊണ്ടുവരാനായിട്ട് വി ഹവ് സ്റ്റാർട്ടഡ് എ ലാർജ് നമ്പർ ഓഫ് സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ആൻഡ് ആക്ടിവിറ്റീസ് വിച്ച് ഇൻക്ലൂഡ്സ്, ആസ് യു ആർ അവെയർ, ഫാബ് അക്കാഡമി ആയിട്ടുള്ള ഈ ഫാബ് ലാബ് പ്രോഗ്രാമുണ്ട്. ഇൻഡസ്ട്രിയെ കണക്ട് ചെയ്യാനുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ താല്പര്യമുള്ള IEDCസിന് കോളേജിൽ തന്നെ ഇതിനെ ഈ IEDCയുടെ അടുത്ത സ്റ്റേജിലേക്ക് പോയിട്ട് ഇത് ഇൻക്യുബേറ്റേഴ്സായിട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്ന സ്കീംസ് ഉണ്ട്. ആ ഇൻക്യുബേറ്റേഴ്സിന് മെൻറ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഡിവിജ്വൽ മെൻറ്റേഴ്സ് ആകാം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെൻറ്റേഴ്സ് ആകാം. ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഇൻഡിവിജ്വൽ മെൻറ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സെർച്ച് ആൻഡ് ലിങ്ക് പോളിസി നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പോളിസി സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. വാട്ട് ഐ വോണ്ട് യു ടു ഡു ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദിസ് one day or perhaps tomorrow would be to go through this IT policy, draft of the IT policy which has been published now. Draft IT policy, there is a very big session on innovation and entrepreneurship. This is the first time where we are bringing out a draft IT policy, throwing it open to the public, requesting them to come with their suggestions and use their suggestions and incorporate it into the policy so that it becomes a more realistic and implementable policy. So our window ഉണ്ട്, and that window closes on April 5th. ഏപ്രിൽ 5-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് സ്കൂൾ കോളേജുകളിൽ ഈ പോളിസിയുടെ കമ്പോണൻ്റ് എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പൊതുവായ ഒരു ധാരണ ഉണ്ടാക്കണം. ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കുട്ടികളുമായിട്ടും നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റാഫുമായിട്ടും ഇതിന് മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആൾക്കാരുമായിട്ടും നിങ്ങളുടെ അവിടെ നിന്ന് പാസ് ഔട്ട് ചെയ്ത കുട്ടികളുമായിട്ടും കൂടെ ഇൻപുട്സ് എടുത്തിട്ട് ഇതിനെ കുറച്ചുകൂടി ഒന്ന് ട്വീക്ക് ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്ത് കുറച്ചുകൂടി ഇതിൻ്റെ അലകും പിടിയും മാറ്റേണ്ടതുണ്ട്, അല്ലെങ്കിൽ ചില വാക്കുകൾ മാറ്റേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ടതുണ്ട്, ഗ്യാപ്പുകളുണ്ട്. നിങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇതുകൂടെ അതിനകത്ത് വരേണ്ടതുണ്ട്. ഇത് വന്നാൽ ശരിയാവില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻപുട്ട് ദയവ് ചെയ്ത് തരണം, ആ ഒരു പ്രോസസ്സ് ചെയ്യണം. അത് നിങ്ങളൊരു ഡേ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്ന് ഏപ്രിൽ ഫസ്റ്റ് വീക്കിലോ എപ്പോഴെങ്കിലും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കോളേജിലും സൈമിൾട്ടേനിയസ് ആയിട്ട് ഈ ഡിസ്കഷൻ നടക്കുകയും അതിൻ്റെ ഒരു
ഒരു കൊളേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. അതെങ്ങനെ സ്ട്രക്ചർ ചെയ്യണം എന്നുള്ള കാര്യം ജയ് വുഡ് ബി ടെല്ലിങ് യു ലേറ്റർ. ഇതിൻ്റെ ബേസിൽ April 10th we have got some time from the Chief Minister where these ideas can be presented to him, and then he will have to take a final call on how things would get incorporated into the policy or not. ഇതാണ് മൂന്നാമത്തെ. നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയ പോയിൻ്റ് അതായിരുന്നു, ഈ IADCയുടെ ഒരു മേഖല, ഒരു ഫേസ് ഓഫ് ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർ ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ്, അല്ലെങ്കിൽ ഒരു ഇൻക്യുബേഷൻ, അതായത് റിയൽ ഇൻക്യുബേഷൻ ഓർ വെർച്വൽ ഇൻക്യുബേഷൻ നിങ്ങളവിടെ ഉണ്ടാക്കിയിട്ട് ആ ഇൻക്യുബേറ്ററുമായിട്ട് വരുന്ന ഈ ഇൻഡിവിജ്വൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെൻറ്റർഷിപ്സ് നമ്മൾ ചെയ്യുന്ന കാര്യം ആലോചിക്കണമെന്ന് പറഞ്ഞത്. This we have been discussing with a lot of people outside the ecosystem, including a group of technology companies, which is the association of all IT companies in the state. അപ്പോൾ അവരോട് സംസാരിച്ചു. അപ്പോൾ അവരതിനകത്ത് വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവർക്കൊരു ഇന്നൊവേഷൻ ഫോക്കസ് ഗ്രൂപ്പുണ്ട്. ആ ഇന്നൊവേഷൻ ഫോക്കസ് ഗ്രൂപ്പിൻ്റെ ചുമതല വഹിക്കുന്നതാണ് അനൂപ് അംബിക. നിങ്ങൾ നേരത്തെ ജയശങ്കർ പറഞ്ഞതുപോലെ ഇതൊരു IADC ഫാമിലിയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും വിചാരിച്ച് കാണും ഈ വീട്ടിൽ ഈ പോലീസുകാരൻ എന്താണ് കാര്യമെന്ന് ചോദിച്ചു കാണും. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇതാണ് ആ തോന്നക്കൽ പഞ്ചായത്തിലെ പോലീസുകാരൻ. അപ്പോൾ ഇദ്ദേഹം ഈ GTECൻ്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്നത്. GTECൻ്റെ ഒരു ഇൻപുട്ട് ഈ പോളിസിയിലേക്ക് വന്നിട്ടുള്ളത്, ദേ ഹാവ് അഗ്രീഡ് ടു അഡോപ്റ്റ് എ ഐഡിയ. അതായത് നിങ്ങളുടെ സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരുന്ന ഒരു ഐഡിയ, if it has a social relevance, if it has a broader community relevance type of this thing, or if it is even social relevance ഒന്നും വേണ്ട, if it is a paradigm shifting change type of this thing, GTEC is prepared to adopt that idea and put the entire muscle of the 100,000 manpower working in the IT field in Kerala to make that idea successful. അപ്പോൾ അതിനൊരു സ്കീം അവർ പറഞ്ഞിട്ടുണ്ട്. ആ സ്കീമും ഈ പോളിസിയിൽ ഇപ്പോൾ ഒരു മെൻഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അതും എങ്ങനെ ട്വീക്ക് ചെയ്യണം, എങ്ങനെ മോണിറ്റർ ചെയ്യണം, എങ്ങനെ അത് കുറച്ചുകൂടി കസ്റ്റമൈസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇൻപുട്ട് തരാം. നിങ്ങളുടെ ഇൻപുട്ടും ഈ സ്കീം ട്വീക്ക് ചെയ്യുന്നതിനും ഈ സ്കീം കുറച്ചുകൂടി പ്രായോഗികമാക്കുന്നതിനും കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇതിൽ കുറേ ഇഷ്യൂസ് വരും. ബിക്കോസ് ഈ അഡോപ്റ്റ് ആൻ യങ് ഐഡിയ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി കൊണ്ടുവരുന്നൊരു ഐഡിയയ്ക്ക് ഒരു IPR ഉണ്ട്. അത് ഇവർ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഈ കുത്തക കമ്പനിക്കാർ അവരുടെ ലെവലിൽ കൊണ്ടുപോകുമെന്നുള്ള കൺസേൺസ് വരാം. അത് നമുക്ക് വി നീഡ് ടു ഹാവ് ഫ്രെയിം വർക്ക്സ് അബൌട്ട് ദാറ്റ്. സോ ആ ഗൈഡ് ലൈൻസും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. So you can look at this, adopt an idea very closely and give your suggestions on how it can get incorporated. Now what we have been doing from the startup mission is primarily to encourage സ്റ്റാർട്ടപ്സിന് ഒത്തിരി ആശയങ്ങളുണ്ട്, അല്ലെങ്കിൽ they have a lot of ideas which they have, or they have some approaches how these problems can get solved. So we are actually we have earmarked one day in a month where we will sit down with the startups to listen to their ideas and see if any of these ideas find a use case in the governmental context or a governance context. അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ആ പോസിബിലിറ്റി ലിവറേജ് ചെയ്യാനായിട്ടുള്ള മെൻറ്ററിങ്, നേരത്തെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെൻറ്ററിങ് കമ്പനീസ് കൊടുക്കുന്നുണ്ട്, ഇൻഡിവിജ്വൽസ് കൊടുക്കുന്നുണ്ട്, ഒരു ഗവൺമെൻറ്റൽ മെൻറ്ററിങ് പോലും അതിനകത്ത് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മളിപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ദ അതർ ആസ്പെക്റ്റ് ഓഫ് ഇറ്റ് ഈസ് ദാറ്റ്, അപ്പോൾ അതൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐ വാസ് ടോക്കിംഗ് ടു എ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ അതിനകത്ത് കുട്ടികൾ, അപ്പോൾ അവർ ഈ 10-30 ഐഡിയ ആയിട്ട് വന്നതാണ്. അതിനകത്ത് 8 ഐഡിയ വിസിറ്റർ മാനേജ്മെൻറ്റിന് facility like a techno park or info park or let's say a secretariat or a collectorate type of this thing. How do you manage visitors? അതിനുള്ള പല തരത്തിലുള്ള ടെക്നോളജിയും പല തരത്തിലുള്ള അപ്രോച്ചസുമാണ് ഇവർ പറഞ്ഞത്. ഒരു 8 പേരുടെ പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. So when I personally listened to them, I found that their understanding about how a secretariat functions or how an info park functions is a bit ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. അവിടെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ some of these things will work. Some of these visitor management ideas which they have suggested would work in a zoo rather than in a government facility. Some of them will work in a hospital than in an office.
അപ്പോൾ ഈ പറയുന്ന സോ ദെൻ ഇവരൊക്കെ ആലോചിച്ചത് വിസിറ്റേഴ്സിനെ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് സെക്രട്ടേറിയറ്റിൽ മന്ത്രിയെ കാണാൻ വരുന്ന ആളുകളെ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ തുടങ്ങുന്ന ഒരു ഇതിനകത്ത് ഇവർ കൊണ്ടുവന്ന സൊല്യൂഷൻസിനെ ഒന്ന് കുറച്ചുകൂടി ഫൈനായിട്ട് നോക്കിക്കഴിയുമ്പോൾ ചില മേഖലകളിലേക്ക് നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റാൻ കഴിയും. ഈ ഒരു ഇൻപുട്ടാണ് ഒരു പക്ഷേ ഡൊമൈൻ എക്സ്പേർട്സിന് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഈ രീതിയിലുള്ള ഒരു ഐഡിയ ഡേ എന്ന് പറയുന്ന ഈ കുട്ടികളുടെ പ്രോഡക്ട്സ് അവതരിപ്പിക്കുകയും അതിനെക്കുറിച്ച് കമൻറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടുണ്ട്. ഐ വുഡ് സജസ്റ്റ് ദാറ്റ് IDC ലെവൽ ഇറ്റ്സെൽഫ് യു ക്യാൻ പെർഹാപ്സ് ഡു ഇറ്റ് ടു സം ലെവൽ. അതിനകത്തൊരു ഡൊമൈൻ എക്സ്പെർട്ടീസ് വേണമെന്നുണ്ടെങ്കിൽ വിൽ ബി ഏബിൾ ടു പ്രൊവൈഡ് ആൻ ഓഫ്ലൈൻ ഡൊമൈൻ എക്സ്പെർട്ട് ടൈപ്പ് ഓഫ് ദിസ് തിങ്, or you can aggregate this and then do this and then come up with some level of ideas. The second part of it is this challenges or the hackathons which we do, where we say like, look, these are the issues where we want solutions. ഈ സൊല്യൂഷൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ അതിനൊരു പ്രോബ്ലം ഫോമുലേഷൻ്റെ ഒരു സ്റ്റേജുണ്ട്. ഈ രണ്ട് തലത്തിലും വളരെ ക്ലോസ് ആയിട്ട് ഇൻഡസ്ട്രിയുമായിട്ടോ അല്ലെങ്കിൽ ഗവർണൻസ് സിസ്റ്റംസുമായിട്ടോ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കുറച്ചുകൂടി ഒരു വ്യക്തത ഓവർ എ പീരീഡ് ഓഫ് ടൈം കൈവരും. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ഐഡിയ ചലഞ്ച് അല്ലെങ്കിൽ ഗ്രാൻഡ് ഇന്നോവേഷൻ ചലഞ്ച് എന്നൊക്കെ പറയുന്ന പ്രവർത്തനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയ ഈസ് നത്തിങ് ടു ഡു വിത്ത് ടെക്നോളജി. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഈ ഭക്ഷ്യഭദ്രതാ നിയമം വന്നു കഴിഞ്ഞപ്പോൾ റേഷൻ കൊടുക്കുക എന്നൊരു പ്രോസസ്സുണ്ട്. റേഷൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റേഷൻ എൻറ്റൈറ്റിൽമെൻറ്റുള്ള ആളിൻ്റെ വാതിൽപ്പടി ഡെലിവറിയാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഈ വാതിൽപ്പടി ഡെലിവറി എന്ന് പറയുന്നത് പഴയ റേഷൻ കടയിൽ നിന്ന് ആളുകൾ ക്യൂ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയത് അവരുടെ വീട്ടിലെത്തിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിനെ നമുക്ക് ടെക്നോളജി എനേബിൾ ചെയ്യാൻ കഴിയുമോ? ഈ പിസ്സ ഹട്ടിൻ്റെയോ അല്ലെങ്കിൽ ബിഗ് ബാസ്ക്കറ്റിൻ്റെയോ ഒരു ഡെലിവറി ചെയിൻ പോലെ ഒരു ഡെലിവറി ചെയിൻ അതിനകത്ത് കൊണ്ടുവരാൻ കഴിയുമോ? എത്രത്തോളം ടെക് എനേബിൾ ചെയ്യാൻ കഴിയും? ദിസ് ഈസ് എൻ ഐഡിയൽ ഇന്നോവേഷൻ ചലഞ്ച് വിച്ച് വുഡ് ലൈക്ക് ടു ത്രോ ടു ദ സ്റ്റുഡൻസ്. That is one part of governance issues which are defined in appropriate language as problem statements and thrown open type of this thing. That is one part of it. Second part of it is the ideas which they have. അതിനെ ഒന്ന് ക്രിസ്റ്റലൈസ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് കുറച്ചുകൂടി അതിന് ഒരു മൂർത്ത സ്വഭാവം കൊടുത്ത് പ്രോഡക്റ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഈ രണ്ട് പ്രോസസ്സ് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അടുത്ത 1-2 വർഷം ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുക. പക്ഷേ ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഗവർണൻസ് ഇഷ്യൂവിനെ പ്രോബ്ലം ഡെഫിനിഷനായിട്ട് വന്ന് കുട്ടികൾക്ക് ഇത് പ്രസൻറ്റ് ചെയ്ത് കുട്ടികളുടെ കയ്യിൽ നിന്ന് നല്ല ഐഡിയാസ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഐ വിൽ ഫൈൻഡ് ഇറ്റ് ടു ബി എ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് ദെൻ ഐ വിൽ ജസ്റ്റ് അബാൻഡൻ ഇറ്റ്. അതിനകത്തൊരു ക്വാളിറ്റി റെസ്പോൺസ് വരുത്താൻ പറ്റുന്ന ഒരു പ്രോസസ്സ് നമുക്കുണ്ടാകും. അപ്പം അതിനെ കുട്ടികളെ എക്വിപ്പ് ചെയ്യുന്ന ഒരു പെർഹാപ്സ് അതിനകത്ത് ചിലപ്പോൾ നല്ല ഐഡിയ ആയിരിക്കും അല്ലെങ്കിൽ നല്ല ധാരണ അതിനെക്കുറിച്ചുണ്ടാകും, പക്ഷേ അത് പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവ് കുറവ് കാരണം ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വാചകം മാത്രമേ ഉള്ളൂ, വെറും ഗ്യാസാണ്, അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ഒരു സ്ക്രീനിങ് റോൾ IDCs ഒരു പരിധിവരെ പ്ലേ ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ആൻഡ് സീരിയസ്നെസ് അല്ലെങ്കിൽ ഈ ടെക്നോ പാർക്കിൽ നിന്ന് ഒരു കമ്പനി മെനക്കെട്ട് നിങ്ങളുടെ ഒരു കോളേജിൽ വന്നിട്ട് നിങ്ങൾ കുട്ടികളുടെ ഐഡിയ കേൾക്കാമെന്ന് പറഞ്ഞിട്ട് അവന്മാർ വന്ന് ഈ കഥ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പറ്റിയല്ല. സോ ആ ടൈം ആൻഡ് എഫേർട്ടിന് ഒരു വാല്യൂ ഉണ്ട്. ആ ടൈം ആൻഡ് എഫേർട്ടിൻ്റെ വാല്യൂ റിയലൈസ് ചെയ്ത് അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാക്കിങ്, അതിൻ്റെ ഒരു ഗ്രൂമിങ് ചെയ്യേണ്ട ഒരു ജോലി കൂടി IDCsന് വരും. അപ്പോൾ IDCsൻ്റെ റോള് കുറച്ചുകൂടി നമ്മൾ ഇവൻറ്റ്സ് നടത്തുക, ഇവൻറ്റ് മാനേജ്മെൻറ്റ് റോളിൽ നിന്ന് മാറിയിട്ട് ഫങ്ഷണലായിട്ട് മേഖലകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഓരോ മേഖലകളിലും ചെയ്യേണ്ട ഇടപെടലുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഇടപെടലുകൾ ശക്തമായിട്ട് വളരെ ക്രിയേറ്റീവായിട്ട് വളരെ ഒരു കോർഡിനേറ്റഡ് മാനറിൽ അത് താഴേക്ക് ഡെലിവർ ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിനെ എനേബിൾ ചെയ്യുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞ IDC മാനുവൽസ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒരു പരിധി വരെ. ഇതാണ് നമ്മുടെ പൊതുവിലുള്ള ഐഡിയ. ഈ പൊതുവിലുള്ള ഈ ധാരണയിൽ ഇതിൻ്റെ ഒരു അംബ്രല്ല ഗൈഡിങ് ഇതായിട്ടാണ് ഇപ്പോഴത്തെ ഡ്രാഫ്റ്റ് പോളിസി വന്നിരിക്കുന്നത്. സോ മൈ റിക്വസ്റ്റ് ഈസ് ഫസ്റ്റ് ഗോ ത്രൂ ദിസ് ഡ്രാഫ്റ്റ് പോളിസി, look at how these elements
how these elements are relevant in the broader context, how these elements can get done in your ecosystem, in your school, in your college, in your institution. അതിനകത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ അതിന് വരുന്ന അത് നിങ്ങളൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് നടത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം കുറച്ച് കാര്യങ്ങൾ പ്രോബ്ലം ഉണ്ടാവും. ആ പ്രോബ്ലം പരിഹരിക്കാൻ ഹെൽപ്പ് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയാം. ദാറ്റ് ഈസ് വൺ എലിമെൻറ്റ്. രണ്ട്, ഈ പൊതുവിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഈ പറഞ്ഞ രീതിയിൽ, അതായത് ഇൻക്ലൂഷൻ എറർ, എക്സ്ക്ലൂഷൻ എറർ, ഐഡിയ നർച്ചർ ചെയ്യുക, ആ ഐഡിയയെ ഈ പറഞ്ഞ പോലെ മെൻറ്റേഴ്സുമായിട്ട് ഇൻ്റർഫേസസ് ഉണ്ടാക്കുക, അതിനൊരു ഇൻക്യുബേഷൻ്റെ ഫെസിലിറ്റീസ് കൊടുക്കുക, ലൈക്ക് ഫാബ് ലാബ് ഓർ അതിൻ്റെ എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ അത് ഐഡിയ അടുത്ത ലെവലിലേക്ക് വരേണ്ട ടൂൾസോ ലഭ്യമാക്കുന്നതിനുള്ള പ്രോസസ്സ് ചെയ്യുക. അടുത്ത ലെവലിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ അത് പ്രസൻറ്റ് ചെയ്യാനുള്ള ഫോറംസ് ഒരുക്കുക, അതിനുള്ള ഹാൻഡ് ഷേക്സ് ഗവൺമെൻറ്റുമായിട്ടും കമ്പനികളുമായിട്ടൊക്കെ ഉണ്ടാക്കുക. ആ ഉണ്ടാക്കുന്ന ഫോറത്തിനകത്ത് ഈ പ്രോപ്പറായിട്ട് ഈ ഐഡിയ അല്ലെങ്കിൽ ഒരു ജെന്യുവിൻ ഐഡിയാസ് അപ്രോപ്രിയേറ്റ് റിഗറോടുകൂടി പ്രസൻറ്റ് ചെയ്യുമെന്ന് ഉറപ്പാക്കുക. അങ്ങനെ പിന്നെ ഫണ്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു സംവിധാനമുണ്ട്. സോ അതിനകത്ത് നടന്നു പോകും. സോ ഇങ്ങനത്തെ കുറച്ചുകൂടി ഒരു ബ്രോഡായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയിലേക്ക് നമ്മൾ അടുത്ത വർഷം മുതൽ മാറുകയാണ്. വൺ തിങ് ഐ ക്യാൻ ടെൽ യു, ഈ പറയുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ സക്സസ് വരുന്നത്, സബ്സ്റ്റാൻഷ്യൽ. ബട്ട് യു വിൽ ബി ഏബിൾ ടു മേക്ക് എ ഡിഫറൻസ്. ആൻഡ് പുതിയ ഒരു കേരളത്തിനകത്ത് വരുത്താൻ കഴിയുന്ന ഒരു മാറ്റം ആൻഡ് അതിനുള്ള സാധ്യത തീർച്ചയായിട്ടും ഇന്നുണ്ട്. ഐ ക്യാൻ ഫീൽ ദ വൈബ്രേഷൻസ് ആൻഡ് ഐ ക്യാൻ ഫീൽ ദ പൾസ് ദ ഒരു സാധ്യതയുണ്ട്. ഈ സാധ്യത നടപ്പിലാകുമോ, എത്രത്തോളം ഭംഗിയായി, എത്രത്തോളം അർത്ഥവത്തായി നടപ്പിലാകുന്നുള്ളത്, ദാറ്റ് ഈസ് പ്യുവർലി ഇൻ ദ ഹാൻഡ്സ് ഓഫ് യു 150 പീപ്പിൾ. പുതിയ ഒരു ട്രാൻസ്ഫോർമേഷൻ കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിനകത്തുള്ള എഫേർട്ട് കൊണ്ട് മാത്രമായിരിക്കും. ഈ പഴയ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഇതുണ്ടല്ലോ, നെവർ ഇൻ ദ ഹിസ്റ്ററി വിൽ സോ മെനി ബി ഗ്രേറ്റ്ഫുൾ ടു സോ ഫ്യൂ ഫോർ ഹാവിങ് ഡൺ ദിസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളുള്ളത്. യു ആർ ഇൻ ദ കസ്പ് ഓഫ് എ ഹിസ്റ്ററി മൂമെൻറ്റ്. അതിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും മനസ്സിലാക്കുകയും ഇതിനകത്ത് വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നിങ്ങൾ ചെയ്യുകയും അതിനുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്യാൻ കഴിയും. അതാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ കേട്ട് പേടിച്ച് ഇത് കഴിയുമ്പോൾ തന്നെ എൻ്റർപ്രണർഷിപ്പ് IEDC സ്ഥാനം രാജിവെച്ച് ആരും പോകില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്രാവശ്യം ഒരു ഇന്നോവേഷൻ ഞങ്ങൾ ചെയ്തത്, ഈ പോളിസി ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു 100-200 പേജുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ആരും അത് വായിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് അതിനെ ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനാക്കി അവതരിപ്പിക്കും. ഇപ്പം കണ്ടുവരുന്ന ഒരു പ്രവണത, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനും ആദ്യത്തെ 4 സ്ലൈഡ് കഴിഞ്ഞാൽ ആളുകൾ ഡിസ്ട്രാക്റ്റഡ് ആകുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും മാറിയിട്ട് പോളിസി പേപ്പർ നിങ്ങൾക്ക് തരുന്നില്ല, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ തരുന്നില്ല. വി ഹാവ് മെയ്ഡ് എ സ്മോൾ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പോളിസി. ബാഹുബലി ട്രെയിലർ 2 പോലൊരു സാധനമാണ്. ഇത് കണ്ട ശേഷം നിങ്ങൾ ബാഹുബലി കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. Startup Mission, empowering the startup ecosystem. School level initiative. Learn to code program to develop the technical skills of students. Fab Lab. Rapid Prototyping Center. IEDC Summit 2016 at a glance, Innovation Entrepreneurship Development Center for College Level Entrepreneurship Promotion. Hackathons. Ideathons. Design thinking workshops. Meet the mentor sessions.
Kerala Startup IT Policy 2017. Seed Support Scheme by State Government. Collateral free, Rs 10 lakhs and Rs 25 lakhs initially. Up to 1 crore debt funding, CGTMS. Early Adopter Scheme, Government as Marketplace. Direct purchase by Government Department from startups, up to Rs 5 lakhs. 100% reimbursement for patents. Rs 2 lakh for India patent. Rs 10 lakh for US patent. Innovation grant for students, Rs 2 lakh * 100 ideas. Startup fund. Grants for innovative ideas. Seed funding. Alternative investment fund, Kerala focus. Early stage funding by KSID and KFC. Standard investment subsidy. Grand Innovation Challenge and grant of Rs 1 crore for the winner. Technology Commercialization Center and Platform. Fostering Future Technologies. Future Research Lab. DIY Biolab. G-Tech Innovation Focus Group. Adopt a Young Idea. Rural Innovation Challenges in Kerala. Startup Mentoring Support. Assistance to Early Markets. Marketing Support. Capacity Building and International Exposure. Extended support during transition. Government funding for acquired or merged entities. Conversion of debt to equity, at premium. Winding up facilitation. Distressed Startup Fund. That was a startup product. So this has captured the policy headings in brief. പിന്നെ ഇത് വായിച്ചിട്ട് നിങ്ങൾ സിനിമ കാണാൻ വേണ്ടോന്ന് തീരുമാനിക്കും. അല്ല, നിങ്ങൾ സിനിമ കണ്ടേ പറ്റുള്ളൂ, സൊല്യൂഷൻ ഇല്ല. ബാക്കിയുള്ള താങ്ക് യു ശിവശങ്കർ സാർ. ശരിക്കും അത് വളരെയധികം ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷനായിരുന്നു. മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ പോളിസീസും എന്താണ് ഗവൺമെൻറ്റിൻ്റെ അടുത്തൊരു വർഷത്തേക്കുള്ള ഒരു ഒബ്ജക്റ്റീവും എയിമും എന്നുള്ള വളരെ കൃത്യമായിട്ട് തന്നെ ശിവശങ്കർ സാർ പറഞ്ഞു. സർ, ഉറപ്പായിട്ടും ഈ IDC ഫാമിലി എല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസി സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്തായാലും ഞങ്ങളെല്ലാം ശ്രമിക്കുമെന്ന് IDC ഫാമിലിയുടെ പേരിൽ ഞാൻ പറയുന്നു. നെക്സ്റ്റ് സെഷൻ നമ്മൾ സാറായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 15 minutes ഫോർ ഇൻറ്ററാക്റ്റീവ് സെഷൻ. എനി ഡൗട്ട്സ് ഓർ എനി ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് ദിസ് സോ യു ക്യാൻ ആസ്ക് ടു സർ. ഹലോ സാർ. സാർ, കുറേ ഫങ്ഷൻസ് നടക്കുന്നത് IT റിലേറ്റഡ് പ്രോഗ്രാംസിലേക്കാണ്. non-IT എസ്പെഷ്യലി സിവിൽ എഞ്ചിനീയറിംഗ് പോലെയുള്ള ബിൽഡിംഗ് സയൻസസ് അങ്ങനെയുള്ളതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കീംസോ സപ്പോർട്ട്സോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ? non-IT ലൈക്ക് ബിൽഡിംഗ് സയൻസസ്, മെറ്റീരിയൽ സയൻസ്, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഇന്നോവേഷൻസ്, ആ ടൈപ്പ് ഓഫ് നോർമലായിട്ട് ഇന്നോവേഷൻസ് നടക്കുന്നില്ലാത്ത കുറേ ഏരിയാസിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. നമ്മളിപ്പോൾ ഞാനൊരു സ്പെസിഫിക് ആയിട്ടൊരു പർട്ടിക്കുലർ കേസ് സ്റ്റഡി എടുക്കുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിൽ മജോറിറ്റി എഞ്ചിനീയറിംഗ് ഡൊമൈനിൽ എടുക്കുകയാണെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് മാനേജേഴ്സ് മാത്രമാകുന്നു. അവിടെ ഒരു ഇന്നോവേഷൻസിൻ്റെ സ്കോപ്പ് വളരെ കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അതിൻ്റെ ബേസിലാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. അല്ലെ കൺസ്ട്രക്ഷൻ മാനേജേഴ്സ് മാത്രമായിട്ട് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് മീൻസ് ടെക്നോളജീസ് മാറിക്കൊണ്ടിരിക്കുന്നു. I will give a general response once all the questions are there. സാർ, ഹലോ സാർ, ഞാൻ കുമാർ, ഗവൺമെൻറ് വിമൻസ് പോളിടെക്നിക്കിലെ IDCയുടെ നോഡൽ ഓഫീസറാണ്. ഞാൻ പ്രധാനമായിട്ട് ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്,
നമ്മൾ ഇന്ന് ഇന്നവേഷൻസിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മീറ്റുകളും ഫങ്ഷൻസുകളും കാര്യങ്ങളുമാണ് നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓണ്ടർപ്രണർഷിപ്പിന് പ്രാധാന്യം വളരെ കുറവാണ് കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമ്മളുടെ പല പ്രവർത്തനങ്ങളിലും നമുക്കറിയാം, കമ്പ്യൂട്ടർ വിൽപ്പന നടത്തി ഫെയിലിയർ ആയവരുണ്ട്, സക്സസ് ആയവരുണ്ട്. കറിപ്പടി വിൽപ്പന നടത്തി ഫെയിലിയർ ആയവരുണ്ട്, സക്സസ് ആയവരുണ്ട്. അപ്പം എന്ത് ചെയ്യുന്നുള്ളതിനേക്കാൾ കൂടുതൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഓണ്ടർപ്രണർഷിപ്പിന് പ്രാധാന്യം കൊടുക്കുന്ന മീറ്റുകളും ഫങ്ഷൻസുകളും കുറച്ചുകൂടി കൂടുതൽ നടത്തണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് നടത്തേണ്ട മീറ്റുകൾക്കകത്ത് ഈ ഒരു ഇന്നൊവേറ്റീവ് ഐഡിയ നമ്മൾ മുൻപിലോട്ട് കൊണ്ടുവന്നാൽ തന്നെ മൾട്ടിനാഷണൽസ് വളരെ പെട്ടെന്ന് ആ ഇന്നൊവേറ്റീവ് ഐഡിയ അഡോപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ശകലം കൺവേർട്ട് ചെയ്ത് അതിൻ്റെ വേറെ ഫോം എടുക്കുകയോ അതിനെ വളരെ പെട്ടെന്ന് മാർക്കറ്റ് ചെയ്യുകയോ ചെയ്യുന്നൊരു ടെൻഡൻസി കാണുന്നുണ്ട്. അതിനെ നമ്മുടെ ഇതുപോലത്തുള്ള ഈ സ്റ്റാർട്ടപ്പ് നേഷൻസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഈ രണ്ട് കാര്യങ്ങളും ചോദിക്കാനുള്ളത്. രണ്ടാമത്തെ പോളിസി, ഒരു ഇന്നൊവേറ്റീവ് ഐഡിയ നമ്മൾ ഐഡിയ ആയിട്ട് അല്ലെങ്കിൽ ഒരു ടെക്നോളജി ആയിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഉടൻ തന്നെ മൾട്ടിനാഷണൽസ് അതിനെ ഒരല്പം കൺവേർട്ട് ചെയ്ത രീതിയിലോ അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു രീതിയിലോ പ്രോഡക്റ്റ് ആക്കി വളരെ പെട്ടെന്ന് മാർക്കറ്റിൽ കൊണ്ടുവരാനുള്ള ട്രെൻഡ് ഉണ്ട്. ഇതിനെ എങ്ങനെയാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് നേഷൻ മീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്യുന്നത്? സാർ, എൻ്റെ പേര് നിഷാദ്, ഡോക്ടർ നിഷാദ് എന്നാണ്. മാളയിലെ മെറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ IDC നോഡൽ ഓഫീസർ. കഴിഞ്ഞ മാസം എറണാകുളത്ത് നമ്മുടെ ബോൾഗാട്ടി പാലസ് കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന വ്യാപാർ 2017 അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഞാൻ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് റിസോഴ്സ് പേഴ്സൺ കൂടിയാണ്. അപ്പോൾ അവിടെ പങ്കെടുത്തപ്പോൾ അതിൻ്റെ വാലഡിക്ടറി ഫംഗ്ഷനിൽ വെച്ച് കേരളത്തിലെ ഏകദേശം 100 കണക്കിന് ചെറുകിട സംരംഭകർ അവിടെ പങ്കെടുത്തിരുന്നു. അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ടൊരു പ്രശ്നം അവരുടെ ടെക്നോളജി അപ്ഗ്രഡേഷനും മോഡേണൈസേഷനും അവരുടെ കമ്പനിയിലുള്ള അവരുടെ പ്രോഡക്റ്റ് ഇന്നോവേഷൻസും ഇതിനുവേണ്ടി അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് വലിയ എമൗണ്ടാണ്. അവർ പ്രൈവറ്റ് കൺസൾട്ടൻസിനെ കൊടുത്തിട്ടും അതുപോലുള്ള വിവിധ സ്ഥാപനങ്ങൾ ആശ്രയിക്കുമ്പോൾ വലിയ എമൗണ്ട് അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിന് എന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കാനുള്ളത് എന്ന് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹയർ ഓഫീഷ്യൽസിനോട് അവർ ചോദിക്കുകയുണ്ടായി. ആ സെഷനിൽ ഞാൻ പങ്കെടുത്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, കേരളത്തിൽ ഇങ്ങനെ വലിയൊരു സാധ്യത സ്റ്റാർട്ടപ്പ് മിഷൻ്റെ നേതൃത്വത്തിൽ IEDC എന്ന പേരിലുണ്ട്, ആ സാധ്യത ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ അവിടെ സൂചിപ്പിച്ചിരുന്നു. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹയർ ഓഫീഷ്യൽസിൽ അത് കേൾക്കുകയും അത് ഒരു സാധ്യതയായി ഞങ്ങൾ ഉപയോഗപ്പെടുത്തും എന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊരു ഓറൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിരുന്നു. അപ്പോൾ ഇങ്ങനെ 100 കണക്കിന് ചെറുകിട സംരംഭകർ കേരളത്തിലുണ്ട്, സാധാരണക്കാരായ ചെറുകിട സംരംഭകർ. അവരുടെ ഇൻഡസ്ട്രീസിൽ ചെറുകിട സംരംഭങ്ങളിൽ SSIകളിൽ വരുന്ന ഒരുപാട് ലോട്ട് മനി ഇഷ്യൂസ്, ഈ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ IEDCയിലുള്ള ഈ വലിയ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. പ്രൊവൈഡഡ് നമ്മളെപ്പോലെ ചില ആളുകൾ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിലും IEDCയിലും കൂടിയായിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. ഇത്തരം ആളുകൾക്ക് ഒരു പക്ഷേ ഇതിനെ ലിങ്ക് ചെയ്യാൻ കഴിയും. അത്തരം ആളുകളെ ഇതിനകത്ത് നിന്ന് സംഘടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ നേതൃത്വത്തിൽ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. സാറ് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് നേരത്തെ ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയും സാധ്യത എന്താണെന്ന് കൂടി സാറിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഗുഡ് മോർണിംഗ് സാർ. സാർ, ഞാൻ തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് വരുന്നത്. തേജസ് എഞ്ചിനീയറിംഗ് കോളേജ് നോഡൽ ഓഫീസറാണ്. അപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്നൊരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പേറ്റൻറ്റിൻ്റെ ആ ഒരു ലെങ്തി പ്രൊസീജിയറാണ്. ഇപ്പോൾ കുട്ടികളുടെ ഒരു ഐഡിയ ഉണ്ട്, അതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊന്ന് മാർക്കറ്റിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പേറ്റൻറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം അതൊരു ഫസ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞാൽ ഹിഡൻ ആക്കി വെക്കണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കോപ്പി ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ നോർമലി ഇപ്പോൾ വരുന്ന ഒരു 1 ഇയർ ഒരു ഇനിഷ്യൽ പേറ്റൻറ്റ്, പ്രൊവിഷണൽ പേറ്റൻറ്റ് ഒരു പ്രൊസീജിയറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ പ്രൊസീജിയർ ലെങ്തി ആയിട്ടൊരു 5 ഇയേഴ്സോളം എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവന് യാതൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ സാധിക്കുന്നില്ല, ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ എന്ന് അറിയാനായിട്ടാണ്. താങ്ക് യു സർ. സാർ, ഞാൻ ഗവൺമെൻറ് പോളിടെക്നിക് കോതമംഗലം IEDC നോഡൽ ഓഫീസറാണ്. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലുള്ള ഒരു ആശങ്കയാണ്, 1% ഒരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ശതമാനം സ്റ്റാർട്ടപ്പുകൾ ഫെയിലാകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെയിലായിക്കഴിഞ്ഞാലും ആ മേഖലയിൽ തൊഴിൽ കണ്ടെത്താനുള്ള ഒരു സഹായം IEDCയുടെ ഭാഗത്തു നിന്ന് കിട്ടിയാൽ നമുക്ക് കൂടുതൽ കുട്ടികളെ അതിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. സാർ, എൻ്റെ പേര് റിച്ചി എന്നാണ്.
ഞാൻ ജവഹർലാൽ കോളേജിൻ്റെ നോഡൽ ഓഫീസറാണ്, പാലക്കാട് നിന്ന് വരികയാണ്. സാർ, ഇപ്പോൾ സാർ കുറച്ച് മുമ്പ് കാണിച്ച സ്ലൈഡിൽ മുമ്പ് സംസാരിച്ചതിലും ഒരു കാര്യം പറഞ്ഞത്, ഇൻഡസ്ട്രി പാർട്ടിസിപ്പേഷനോടുകൂടി കോളേജിൽ ഒരു മെൻറ്ററിങ് എന്നുള്ളൊരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന രീതിയിലൊരു പ്രപ്പോസൽ സാർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാംസ്, ഇപ്പോൾ ഞാൻ പ്ലേസ്മെൻറ്റ് സെല്ലും കൂടി ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പ്ലേസ്മെൻറ്റ് സെൽ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് ഇയർ ക്യാമ്പസിനകത്ത് ഏൺസ്റ്റ് & യങ്ങിൻ്റെ ഒരു പ്രോഗ്രാമൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാംസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യം, മെയിൻലി അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടുതലും. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്ട്സ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജി റിലേറ്റഡ് ആസ്പെക്ട്സ് പറയുമ്പോൾ അതിനോട് ഒരു ഗ്യാപ്പുണ്ട്. അതായത് അക്കാഡമീഷ്യൻസും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ലേറ്റസ്റ്റ് ജേർണൽസ് നോക്കുക, റിസർച്ച് പേപ്പേഴ്സ് നോക്കുക, അങ്ങനെയുള്ള ഒരു ട്രെൻഡാണ്. നമ്മൾ മെയിൻലി അക്കാഡമിക് റിസൾട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മെത്തഡോളജീസിലാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കമ്പനീസ് വന്ന് അവരുടെ ഇത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ദർ ഇസ് എ ലോട്ട് ഓഫ് ഗ്യാപ്പ് ബിറ്റ്വീൻ വാട്ട്സ് ബീങ് ഗിവൺ ആൻഡ് വാട്ട്സ് ബീങ് ടേക്കൺ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവെയർനെസ്സിൻ്റെ വലിയൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ അവെയർനെസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ അക്കാഡമിഷ്യൻസിലേക്കും അതുപോലെ തന്നെ ആ കൾച്ചറിലേക്കും ഡ്രൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാർട്ടപ്പ് മിഷൻ സൈഡിൽ നിന്ന് എന്ത് സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. എൻ്റെ പേര് സജീവ് എന്നാണ്. ഞാൻ കൊല്ലത്ത് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി MCA കോളേജിലെ അധ്യാപകനും IEDCയുടെ കോർഡിനേറ്ററുമാണ്. റീസെൻ്റായിട്ട് നേച്ചർ എന്ന് പറയുന്ന സൈറ്റിൽ ഞാൻ കണ്ട ഒരു പോയിൻ്റ്, അതായത് കുട്ടികൾ, സ്കൂൾ കുട്ടികൾ അവരുടെ ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി ഒരു ഡ്രഗ് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. മാർക്കറ്റിലുള്ളതിൽ നിന്നും 100 മടങ്ങ് വില കുറച്ചാണ് അവരതിലേക്ക് വന്നത്. അതായത് സ്കൂൾ തലത്തിൽ തന്നെ അവർക്കതിനുള്ള സപ്പോർട്ട്, ഒരു വിദേശ രാജ്യമാണ്. അപ്പോൾ ഞാൻ പറയാൻ കാരണം, ഞങ്ങളുടെ കോളേജിൽ MCA ഡിഗ്രി കഴിഞ്ഞു വരുന്ന ഗവൺമെൻറ് കോളേജസിൽ നിന്നൊക്കെ കോഴ്സ് കഴിഞ്ഞു വരുന്ന കുട്ടികളാണ്. അവരെ ഒരുപാട് ട്രൈ ചെയ്താലും കൺവേർഷൻ റേഷ്യോ വളരെ കുറവാണ്. ഒരു ഔട്ട് ഓഫ് 50 സ്റ്റുഡൻസ് എടുത്താൽ ഒരു 4-5 കുട്ടികളായിരിക്കും അതിലേക്ക് ഡൈനാമിക്കായിട്ട് വരുന്നത്. എൻ്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, സ്കൂൾ തലത്തിലും നമ്മുടെ IEDC വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് കുറച്ചുകൂടെ ഇൻറ്റൻസിഫൈ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ കൺവേർഷൻ റേഷ്യോ, ഇപ്പോൾ നൈപുണ്യ വികസനത്തിനെ പറ്റിയിട്ട് IT പോളിസിയിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കൂൾ തലത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നും, ഈവൻ നമ്മുടെ റൈറ്റ് ഫ്രോം ദ വെരി ബിഗിനിങ് 5ാം ക്ലാസ് തൊട്ടൊക്കെ വന്നാൽ കുട്ടികൾക്ക് ആ ഒരു മെൻ്റലി തന്നെ ആ ടൈമിൽ യങ്ങർ ഏജിൽ കുറച്ചുകൂടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടെ എനിക്കുണ്ട്. താങ്ക് യു. ഐ തിങ്ക് ഐ വിൽ, നിങ്ങൾ പറഞ്ഞ പോയിൻറ്റ്സ് പൊതുവിൽ ചേർത്തൊരു റെസ്പോൺസായിട്ട് പറയാം. അതിൽ ഈ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാ പ്രശ്നവും പരിഹരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾ വളരെ ലിമിറ്റഡ് ഫോക്കസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. എന്താണ് നമ്മൾ ലിമിറ്റഡ് ഫോക്കസ്? നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ വരുന്ന കുട്ടികൾ, ആ പർട്ടിക്കുലർ ഏജിൽ വരുന്ന കുട്ടികൾ, അവർക്കുണ്ട ഒരു എനർജി അല്ലെങ്കിൽ അവർക്കുള്ള ഒരു താല്പര്യം ഐഡൻറ്റിഫൈ ചെയ്ത് അത് വഴിതിരിച്ച് വിടുന്ന ഒരു നാവിഗേറ്റിംഗ് റോളാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ ആൻട്രപ്രണറിയൽ കേപ്പബിലിറ്റി ഉള്ള കുട്ടികളുണ്ടാവും, ഇന്നൊവേഷൻ്റെ ഇതുണ്ടാവും. നമ്മൾ എല്ലാ ദിവസവും ഓരോ കാര്യം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതല്ല IEDCയുടെ പൊതുവിലുള്ള ഉദ്ദേശവും. പക്ഷേ ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ആ പ്രവൃത്തി കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ് ട്വീക്ക്, അല്ലെങ്കിൽ ഇറ്റ് നോട്ട് നെസസറിലി ബി എ പ്രോഡക്റ്റ് പെർസെ, ഒരു പേറ്റൻ്റ് ആവണമെന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഫോക്കസ് വരുന്നത്. ആ ചെയ്യുന്ന മാറ്റം അതിനെ ഒരു പ്രോട്ടോക്കോളായിട്ട് നമ്മളിപ്പോൾ നേരത്തെ IEDC മാനുവൽ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. എന്തുവാ നമ്മൾ പറയുന്നത്? ഇതുവരെ ചെയ്തത് മുഴുവനും ഏകോപിപ്പിച്ച് നമ്മളൊരു ധാരണ ഉണ്ടാക്കി ആ രീതിയിലേക്കൊരു അടുത്ത ലെവലിലേക്ക് മാറുന്നതാണ്. ഇതേപോലെ ഒരു ചെറിയ സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന രീതിയിൽ വരുത്തുന്ന ഒരു മാറ്റം അതാണെങ്കിൽ പോലും അതും ഇതിൻ്റെ ഒരു ഇൻപുട്ടാണ്. സോ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ്, ഇപ്പോൾ കേരളത്തിലൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സംബഡി ഹഡ് മെൻഷൻ ഇറ്റ് ഓൾസോ, ഈ മൊബൈൽ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി മൊബൈൽ ഷോപ്പുകൾ വന്നു. ഇതിനു മുമ്പ് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ വളരെ അത്ഭുതത്തോടുകൂടി നോക്കി നിന്നിട്ടുള്ളതാണ്, എല്ലാ
ഒരു 50 മീറ്ററിലും അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിൽ തന്നെ ഒരു 10 മുറുക്കാൻകട ഉണ്ടാവും. എങ്ങനെയാണ് ഈ മുറുക്കാൻകടയുടെ വാല്യൂ പ്രൊപ്പോസിഷൻ? എന്താണ് അവരുടെ ബിസിനസ് മോഡൽ? അവർക്ക് എത്ര ടേൺ ഓവർ ഉണ്ടായാലാണ് അവർക്കൊരു ഒരു ഈ പറയുന്ന ഒരു 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 ഡേ ഒരു ദിവസത്തെ ഒരു വരുമാനം വരിക? ഇറ്റ് ഹാസ് ബിൻ ഐ ബിൻ തിങ്കിങ് അബൌട്ട് ഇറ്റ് ഫോർ ക്വൈറ്റ് സം ടൈം, ബട്ട് ഇറ്റ് ഹാസ് ബിൻ ഹാപ്പനിങ്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന രീതിയിലുള്ള എൻ്റർപ്രൈസസ് ഒരു ലെവലിൽ വരികയും ആ എൻ്റർപ്രൈസസിൻ്റെ ചിലത് സസ്റ്റെയിൻ ചെയ്യുകയും ചിലത് ഡൈവേഴ്സിഫൈ ചെയ്യുകയും ചെയ്യുന്നൊരു പ്രോസസ്സ് വേറൊരു നാച്ചുറൽ ഫിനോമിനായിട്ട് നടക്കുന്നുണ്ട്. അവിടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇന്നൊവേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, ആ ഇന്നൊവേറ്റീവായിട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ, ആ സ്പേസ് എങ്ങനെ ഓക്കുപ്പൈ ചെയ്യും, ആ സ്പേസ് ഒരു സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത്. ആൻറ്റർപ്രണർഷിപ്പും ഇന്നൊവേഷനും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ട്. അത് നമ്മൾ IEDC എന്ന് പറയുന്നതിനകത്തൊരു അഭംഗിയുണ്ട്. ബിക്കോസ് നമുക്ക് ഐഡിയ ഉള്ളൊരു കുട്ടി അല്ലെങ്കിൽ ഈ പുതിയ ഒരു 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 കാര്യത്തെ കൂടി ക്രിയേറ്റീവായിട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾ, ഹീ നീഡ് നോട്ട് നെസസറിലി ബി എ ഗുഡ് പേഴ്സൺ ടു റൺ ദ ബിസിനസ് ഓർ സെറ്റപ്പ് ദ ബിസിനസ് ഓർ സസ്റ്റെയിൻ ഇറ്റ്. ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. ദാറ്റ് പോയിന്റ് ഈസ് വെൽ ടേക്കൺ. പക്ഷേ പൊതുവിൽ നമ്മൾ കാണുന്ന ഒരു എലിമെൻറ്റ്, ഈ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതുപോലെ ഇത്തരത്തിലുള്ള ഇത് മുഴുവനും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടാണ് നടക്കുന്നത്. ഈ ഗ്രൂപ്പിനകത്ത് നാച്ചുറലി ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഈ സ്കിൽ മാപ്പിംഗ് ഒരു ലെവലിൽ കുട്ടികൾ നടത്തുന്നുണ്ട്. അതായത് ഒരു പ്രത്യേകമായിട്ട് റിസർച്ച് ചെയ്യേണ്ട ഒരു എലിമെൻ്റാണ്. 3 പേര് ചേർന്നൊരു കുട്ടികൾ ചേർന്നിട്ട് ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരാളായിരിക്കും അതിലെ തിങ്കർ, ഒരാൾ ഡൂവറായിരിക്കും, ഒരാൾ അതിൻ്റെ അകത്തുള്ള ഈ വർത്തമാനം പറയുന്ന മാർക്കറ്റ് ചെയ്യുന്ന ആളായിരിക്കും. ഈ ഒരു ഡൈനാമിക്സ് ഇത് വരുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ട് വരുമ്പോൾ വളരെ ഫോക്കസ് ആയിട്ട് വരുമ്പോൾ ഈ വിഷയമുണ്ട്. ദാറ്റ് പോയിന്റ് ഇസ് വെൽ ടേക്കൺ. ഒരു ഇന്നോവേറ്റർ ക്യാൻ നെവർ ബി പെർഹാപ്സ് എ ഗുഡ് ബിസിനസ് മാൻ വാട്ട് എവർ ടൈപ്പ് ഓഫ് ദിസ് തിങ്. പൊതുവിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് വരുന്നതുകൊണ്ട് ഈ പറയുന്ന ഇഷ്യൂസ് കുറവാണ്. ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ ഒരു സിനർജി അവർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ളതുകൊണ്ട് അത് വലിയ ഒരു കേരളത്തിനെ സംബന്ധിച്ച് ഈ മൊത്തം ചേഞ്ച് ട്രിഗർ ചെയ്തത് എൻ്റെ വിശ്വാസം ഈ ഗ്രൂപ്പിലുള്ള വിശ്വാസമാണ്. വ്യക്തി അധിഷ്ഠിതമായ ഒരു സമീപനത്തിൽ നിന്ന് ഗ്രൂപ്പ് അധിഷ്ഠിതമായിട്ടൊരു സമീപനത്തിലേക്ക് മാറാൻ കഴിഞ്ഞതാണ് ഈ IEDC അല്ലെങ്കിൽ ഇന്നൊവേഷൻ്റെ ഈ ബോയൻസിക്ക് ഒരു പ്രധാന കാരണമായിട്ട് വന്നിട്ടുള്ളത്. അത് ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റർപ്രണേഴ്സിന് വേണ്ടി മാത്രം എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, എൻ്റർപ്രണേഴ്സിനെ ട്രെയിൻ ചെയ്യാനായിട്ട്, എൻ്റർപ്രണേഴ്സിനെ എക്വിപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സ്കീംസ് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ എത്രയോ സ്ഥലത്ത് നടത്തുന്നുണ്ട്. സോ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന ഗ്രൂപ്പിന് ഒരു ബിസിനസ് ഐഡിയ അല്ല ഒരു ഐഡിയ വന്ന് ആ ഐഡിയ ഒരു ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്ത് ഒരു പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ആ പ്രോഡക്റ്റ് നടത്താനായിട്ട് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ലെവലിൽ അവർ നടത്തുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഈ മെൻറ്ററിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഈ സെലക്ഷൻ വാലിഡേഷൻ മാത്രമല്ല, ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യാൻ പോലും ഉള്ള ഒരു പരിധിവരെയുള്ള സപ്പോർട്ട്സ് ഈ മെൻറ്ററിങ് ഗ്രൂപ്പിന് കൊടുക്കാൻ കഴിഞ്ഞേക്കും. ദെൻ ദർ വാസ് എ ക്വസ്റ്റ്യൻ ഓൺ വെദർ നമ്മുടെ ഈ non-IT കോർ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചെയ്തുകൂടുന്നത് തീർച്ചയായിട്ടും ചെയ്യാം. അതിനകത്ത് വി ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ ഇസ് എ ക്ലാസിക് കേസ്. ഇപ്പോഴും നമുക്ക് ഒരു കെട്ടിടം കഴിയും. ദിസ് ഇസ് സംതിങ് വിച്ച് ഹാസ് ബീൻ വറിയിങ് മീ ഫോർ യു ഹാവ് ചണ്ഡീഗറിൽ ഈ 48 നിലയുള്ള ഒരു കെട്ടിടം 2 ദിവസം കൊണ്ട് കെട്ടി. ഇവിടെ നമ്മൾ 2 നിലയുള്ള ഒരു കെട്ടിടം 48 മാസം കൊണ്ടാണ് കെട്ടുന്നത്. വൈ ഇസ് ദിസ് ഹാപ്പനിങ്? ബിക്കോസ് നമുക്ക് പ്രൈമറിലി ടെക്നോളജിയിൽ ഒരു ട്വീക്കാണ് അവിടെ ചെയ്തത്. ഡിഡ് എ പ്രീ എഞ്ചിനീയർഡ് ഓർ പ്രീ ഫാബ് ഓർ വാട്ട് എവർ ടൈപ്പ് ഓഫ് ദിസ്. ഈ തരത്തിലുള്ള ടെക്നോളജീസ് ഇവിടെ കൊണ്ടുവന്നുകൂടെ? തീർച്ചയായിട്ടും കൊണ്ടുവരാം. പക്ഷേ കൊണ്ടുവരുമ്പോൾ 2 കാര്യങ്ങൾ ആലോചിക്കണം. ഒന്ന്, ഇതിനൊരു സ്കെയിലുണ്ട്. ഒരു മിനിമം സ്കെയിലുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ സ്കെയിൽ ഫീസിബിളാണോ? ആ സ്കെയിലിലേക്ക് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമോ? ആ സ്കെയിൽ ഇവിടെ കേരളത്തിലുണ്ടോ? ആ സ്കെയിലിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വരികയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം ഓൾട്ടുഗദർ. പോയിന്റ് നമ്പർ 1. സെക്കൻഡ്, വി ഷുഡ് ലുക്ക് അറ്റ് ദ ക്രെഡിബിലിറ്റി ഓഫ് ദ പീപ്പിൾ ഹു ആർ സെയിങ് ദിസ്. വരുന്ന ഒരു പ്രധാന പ്രശ്നം, ഒരു
നേരെ നിൽക്കുന്ന കെട്ടിടം അല്ലെങ്കിൽ ചോരാത്തൊരു കെട്ടിടം പോലും നമുക്ക് കെട്ടാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ അടിച്ചു കൊല്ലും. അതാണ് അതിനകത്തുള്ള ഇഷ്യൂ. സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് വിൽ ഹാപ്പൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നോളജീസ്, പുതിയ ടെക്നോളജീസ്, മെറ്റീരിയൽ ടെക്നോളജീസ്, ഇത് ഈ പറയുന്ന കാര്യം, ഇതിനകത്തൊരു പ്രൊമോഷൻ, ഇതിനകത്തൊരു പ്രൊജക്ഷൻ. ഇപ്പം നിങ്ങളെല്ലാ കോളേജിലെയും കുട്ടികൾ ഇൻഡസ്ട്രിയൽ ടൂറ് പോകാറുണ്ട്, മറ്റേ കേരളത്തിനകത്തും പുറത്തും ഒക്കെ പോകാറുണ്ട്. എത്ര കുട്ടികൾ ഇത്തരത്തിലുള്ള ഈ 48 മണിക്കൂർ കൊണ്ട് കിട്ടിയ കെട്ടിടം കാണാൻ പോകുന്നു? ഇവിടെ ഐ ഡോണ്ട് നോ വെദർ യു നോ ഇറ്റ് ഓർ നോ. ഞാൻ ഇതിന് വരുന്നതിന് മുമ്പ് ഞാൻ ഐ വാസ് ഇൻ KCB. ഞങ്ങളിവിടെ വി കൺസ്ട്രക്റ്റഡ് ഫൈബർ റീഇൻഫോഴ്സ് ജിപ്സം ഉപയോഗിച്ചിട്ട് ഒരു KCB ഒരു സെക്ഷൻ ഓഫീസ് ഞങ്ങളിവിടെ കെട്ടി. പുന്നപ്രയിലെ സെക്ഷൻ ഓഫീസ് ഫൈബർ റീഇൻഫോഴ്സ് ജിപ്സം ഉപയോഗിച്ച് ഞങ്ങൾ കെട്ടിയതാണ്. വി കുഡ് കംപ്ലീറ്റ് ദാറ്റ് ഇൻ 6 months or 5 months or something like that, and that almost 10 lakhs lower than what we would have normally spent. Nobody knows about it. ഒരൊറ്റ കുഞ്ഞത് പോയി കണ്ടിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു എക്സ്പോഷറും ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട എലിമെൻ്റാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും ഇതിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആണെന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. ഇപ്പം നമ്മളെല്ലാവരും, നിങ്ങൾ കുറേ പേരെങ്കിലും ഒരു വീട് വെച്ചവരായിരിക്കും. നമ്മുടെ സ്വന്തം വീട് വയ്ക്കാനായിട്ട് എത്രമാത്രം സമയം നമ്മൾ ചിലവഴിക്കുന്നത്? നമ്മളെല്ലാം വലിയ വിദഗ്ധരായ എഞ്ചിനീയർമാരും മാനേജർമാരും ഒക്കെ ആണെന്നാണ് പറയുന്നത്. സോ ഐ മീൻ ദർ ഇസ് എൻ ഇഷ്യൂ ദർ. സോ ഈ പുതിയ ടെക്നോളജീസ്, ഈ പുതിയ രീതിയിലുള്ള അപ്രോച്ചസ് നോൺ IT മേഖലയിൽ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഇത് എവിടെ തുടങ്ങണം, ഏതൊക്കെ മേഖലയാണ്? നമ്മളിപ്പോൾ ആഹാര പദാർത്ഥങ്ങൾ വേസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഈ പെരിഷബിൾ കമോഡിറ്റീസ്, ഫിഷ് ക്ലാസിക് കേസാണ്. മീൻ പിടിച്ച് എത്ര സമയത്തിന് വിറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് താഴുന്നു. ഈ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ട്. ഇതിന് ടെക്നോളജി ഓപ്ഷൻസ് ആർ പോസിബിൾ. പക്ഷേ അതിന് കുറച്ച് കാര്യങ്ങളിൽ ബേസിക് റിസർച്ച് വേണ്ടി വരും. ബേസിക് റിസർച്ച് ചെയ്യാൻ നമ്മുടെ എത്ര അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്യുപ്ഡ് ആണ്, പോയിന്റ് നമ്പർ 1. ചിലയിടത്ത് ഒരു റിസർച്ച് നടന്ന സ്ഥലത്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ബേസിക് റിസർച്ചിനെ പിക്കപ്പ് ചെയ്ത് അതിൻ്റെ അപ്പുറത്ത് ഡെവലപ്മെൻറ്റ് ചെയ്താൽ മതിയാവും. ചിലയിടത്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തി ഒരു സ്റ്റേജ് വരെ നിൽക്കുന്നതിനകത്ത് അടുത്ത ലെവലിലേക്ക് പോയ ഡെവലപ്മെൻറ്റിൽ മാത്രം ഊന്നൽ കൊടുക്കും. സോ ജയശങ്കർ ഇപ്പോൾ ചെയ്യുന്ന ഒരു വർക്ക്, വി ഹാവ് ബിൻ ടോക്കിംഗ് ടു ഓൾ ദ research centers like Sri Chitra Institute and CDAC and all these people. ഇവരുടെ കയ്യിൽ റിസർച്ച് നടത്തി വെച്ചിരിക്കുന്ന കുറേ മേഖല ഐഡൻറ്റിഫൈ ചെയ്ത് ആ മേഖലയിലെ ഡെവലപ്മെൻറ്റ്, ആ മേഖലയിലെ ഒരു അടുത്ത ലെവലിൽ പ്രോഡക്റ്റ് ആക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ ഈ സ്റ്റാർട്ടപ്പുകളിൽ കുറച്ച് കുട്ടികൾ അവർക്കൊരു ഐഡിയ ആയിട്ട് ചിലപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റിയേക്കും. സംബഡി മെൻഷൻഡ് അബൌട്ട് ഫെയിൽഡ് സ്റ്റാർട്ടപ്സ്. ഒത്തിരി സ്റ്റാർട്ടപ്സ് ഫെയിൽ ചെയ്യും. സ്റ്റാർട്ടപ്പുകളെല്ലാം സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്രിയേറ്റ് എ ഹ്യൂജ് പ്രോബ്ലം. അതുകൊണ്ട് 10% സക്സസ്ഫുൾ ആവാറുള്ളൂ. 10% തന്നെ വലിയ ഹൈപ്പ്. പക്ഷേ ഈ സക്സസ്ഫുൾ ആവാത്ത 90% സ്റ്റാർട്ടപ്സ് ഈ പ്രോസസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ലേണിംഗ്, അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിക്ക് കിട്ടുന്നതിനെക്കാട്ടി വളരെ വലിയൊരു എക്സ്പീരിയൻസാണ്. ആ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ദേ മേ റിയലൈസ് ദാറ്റ് ഐ ആം ഓൺലി എ തിങ്കർ, സോ ഐ ക്യാൻ ഓൺലി ഡു തിങ്കിങ്, ഓർ ഐ ക്യാൻ ഓൺലി പെർഹാപ്സ് റൺ ആൻ എൻ്റർപ്രൈസ്. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന റിസർച്ച് ഐഡിയാസോ ഈ ഹാഫ് റിസർച്ച് ഐഡിയാസോ എടുത്ത് ട്വീക്ക് ചെയ്യാനുള്ളൊരു വേദി കൂടെ കൊടുക്കുന്ന ഒരു സെക്കൻഡ് ഐറ്ററേഷൻ വരുന്നത്. സോ ഇഫ് യു ആർ ലുക്ക്ഡ് അറ്റ് ദാറ്റ് പോളിസി, വി ക്ലിയർലി ഐഡൻറ്റിഫൈഡ് ദാറ്റ് ഈ സ്റ്റാർട്ടപ്പുകൾ ഫെയിൽ ചെയ്യണം. ഫെയിൽ ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു എക്സിറ്റ് സാധനം വേണം. ഡിസ്ട്രസ് സ്റ്റാർട്ടപ്സുകൾക്ക് പുറത്താക്കണം. അവർക്ക് ഈ ഒരു വർക്ക് ചെയ്യില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഇട്ടിട്ട് അടുത്തതിലേക്ക് പോവുക, അല്ലെങ്കിൽ വേറൊരു ഓൾട്ടർനേറ്റീവ് നോക്കുക. അല്ലാതെ ഇതിനെ നമ്മൾ ICUയിൽ കിടത്തി ഓക്സിജനും കൊടുത്ത് ഇങ്ങനെ സർവൈവ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകാൻ പറ്റില്ല. അത് വളരെ ക്ലിയറായിട്ട് തന്നെ പോളിസിയുടെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദർ വാസ് അനദർ എലിമെൻറ്റ് വിച്ച് വാസ് റേസ്, വെദർ ഇന്നൊവേറ്റീവ് ഐഡിയ നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മൾട്ടിനാഷണൽസ് അടിച്ചുകൊണ്ട് പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേരളത്തിൽ നമ്മുടെ ഈ ബഹുരാഷ്ട്ര കുത്തകളോടുള്ള വിരോധം വളരെ പാഷനായിട്ട് കൊണ്ടുപോകുന്നൊരു കാര്യമാണ്. അങ്ങനെ ഇവിടുന്ന് ബഹുരാഷ്ട്ര കുത്തക ഈ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു കുട്ടിയുടെ ഒരു പ്രോഡക്റ്റ് അടിച്ചു മാറ്റി വലിയ പൈസ ഉണ്ടാക്കിയ കഥയൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കി നമുക്ക് ആ ബഹുരാഷ്ട്ര കുത്തകയെ മുട്ടുകുത്തിക്കുക. അതുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കേണ്ട. ബഹുരാഷ്ട്ര കുത്തക ഇനി നന്നായി പോവോ ഇവനൊരു ഐഡിയ കണ്ടുപിടിച്ചാൽ, അതുകൊണ്ട് നമ്മൾ ഐഡിയ കണ്ടുപിടിക്കണമെന്ന് സ്റ്റാൻഡ് എടുത്താൽ പറ്റിയല്ല.
സോ ലെറ്റ് us work through that and see how it gets done. ഈ പേറ്റൻറ്റ് ഒരു ലെങ്തി പ്രോസസ്സാണ് ഒബ്വിയസ്ലി. അപ്പോൾ അതിപ്പോൾ ഒരു നോമാണ്, ഒരു ഇൻ്റർനാഷണൽ ഉള്ള ഇതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പേറ്റൻറ്റ് ചെറുതാക്കി ഒരു നമ്മുടെ പരീക്ഷയ്ക്കുള്ള ഗൈഡ് പോലെ ഒരു ഷോർട്ട് കട്ട് പോലെ ഒരു ഷോർട്ട് കട്ട് പേറ്റൻറ്റ് ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ചെയ്തോട്ടെ. നമ്മൾ പേറ്റൻറ്റ് എടുക്കണമെന്ന് നിർബന്ധമുള്ള ആൾ മോസ്റ്റ് പ്രോബബ്ലി പ്രോഡക്റ്റ് ഉണ്ടാക്കത്തില്ല. അയാൾക്ക് പേറ്റൻറ്റുകൾ മാത്രം മതിയായിരിക്കും. അയാളൊരു ഇതിലേക്ക് പോകത്തില്ല. മറ്റേത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്, സൈഡ് ബൈ സൈഡ് പോകുന്നു. Then somebody mentioned about school, this thing. It's a very interesting point. I got excited into this whole program because സ്കൂൾ വിദ്യാഭ്യാസം വെച്ച് കുറേ കാലം വഹിച്ചു. അവിടെ ഈ സ്കൂൾ എഡ്യൂക്കേഷനിൽ ഏറ്റവും അധികം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വളരെയധികം മീഡിയ അറ്റൻഷൻ കിട്ടുന്ന ഇത് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലാണ്. പക്ഷെ അതേപോലെ വളരെ ആക്റ്റീവായിട്ടൊരു രണ്ട് മൂന്ന് പ്രോഗ്രാം അവർക്കുണ്ട്. ഒന്ന് സ്കൂൾ സ്പോർട്സ് ഫെസ്റ്റിവലാണ്. PT ഉഷ മുതൽ എല്ലാവരെയും കണ്ടുപിടിക്കപ്പെട്ടത് സ്കൂൾ സ്പോർട്സിൽ കൂടെയാണ്. പിന്നെ ഒരു സ്കൂൾ സയൻസ് ഫെയർ ഉണ്ട്. അതിന് ഇത്രയും ഗ്ലാമർ ഇല്ല, അതിനെ ശ്രദ്ധിക്കാറുമില്ല. അതിനെക്കാട്ടി എന്നെ എക്സൈറ്റ് ചെയ്തത് ദർ ഇസ് എ സ്കൂൾ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ. അൺബിലീവബിൾ ദ ലെവൽ ഓഫ് സ്കിൽ വിച്ച് ദീസ് കിഡ്സ് ഹാവ്. അവർ ചെയ്യുന്ന ആക്ടിവിറ്റി, യു നീഡ് ടു പ്രൊഡ്യൂസ് സംതിങ്. അവിടെ ഓഫ് കോഴ്സ് അച്ചാർ ഉണ്ടാക്കുന്നതും മറ്റേ നൈറ്റി ഉണ്ടാക്കുന്നതുമായിട്ട് കുറേ കുട്ടികളുണ്ട്. പക്ഷേ ദ ഹാർഡ് കോഡ് ചെരുപ്പുണ്ടാക്കുന്നവർ, ഈ വോളിബോൾ നെറ്റ് ഉണ്ടാക്കുന്നവർ, ഫിഷിംഗ് നെറ്റ് ഉണ്ടാക്കുന്നവർ, തടിയിൽ ഫർണിച്ചർ ഉണ്ടാക്കുന്നവർ, അൺബിലീവബിൾ ക്രൗഡ്, ഭയങ്കര സ്കില്ലുള്ള ക്രൗഡ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഈ കുട്ടികൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവൻ ഈ പോളിടെക്നിക്കിലൊക്കെ പോയി നമ്മുടെ കയ്യിൽ കിട്ടി നമ്മളവനെ ചതച്ച് പരപ്പിച്ച് വെളിയിറക്കി വിടുകയാണല്ലോ. ഇവർ ഈ ചെയ്തതിൻ്റെ ഒരു സാധനം നമ്മൾ പുറത്ത് കാണുന്നില്ല. when I was talking about IEDC manual, നിങ്ങളുടെ പോളിടെക്നിക്ക് വരുന്ന കുട്ടികളുടെ അടുത്ത് ഒറ്റ കാര്യം, വർക്ക് എക്സ്പീരിയൻസ് വേറെ പങ്കെടുത്തുള്ള കുട്ടിയാണോ, ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ അവനൊരു 10% മാർക്ക് കൂടുതൽ കൊടുത്ത് അവനെ പ്രത്യേകം എടുത്ത് അവനൊരു ഫാസ്റ്റ് ട്രാക്കിലേക്ക് കൊണ്ടുപോകണം. യു ഷുഡ് ഇൻട്രൊഡ്യൂസ് ഹിം ടു ദിസ് ഫാബ് ലാബ് or whatever type of this, then he will find out his way. സോ അങ്ങനത്തെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ നടക്കുന്നില്ല. ആൻഡ് കമ്പൽസറിലി നെക്സ്റ്റ് മീറ്റിങ്ങിന് മുമ്പ് സ്കൂൾ ലെവല്, സംസ്ഥാന തലത്തിൽ, ജില്ലാ തലത്തിൽ വേണ്ട, സംസ്ഥാനത്തല്ല വർക്ക് എക്സ്പീരിയൻസ് ഫെയർ നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. ഇറ്റ്സ് എക്സൈറ്റിംഗ്, ഇറ്റ്സ് വെരി വെരി എക്സൈറ്റിംഗ്. ആൻഡ് ദെൻ യു ഐഡൻറ്റിഫൈ ദീസ് ചിൽഡ്രൻ ആൻഡ് യു സ്റ്റാർട്ട് മാർക്കറ്റിംഗ് യുവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ടു ദം, സെയിങ് ദറ്റ് നീ ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ്, 2 വർഷം കഴിയുമ്പോഴത്തേക്ക് നീ ഞങ്ങളുടെ കോളേജിൽ വരണമെന്ന് അവിടെ വെച്ചേ കൊച്ചിനെ ചാക്കിട്ട് പിടിച്ചെടുത്തേക്കണം ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഷുഡ് ഗെറ്റ് ഡൺ. ആൻഡ് ദെൻ യു ഷുഡ് ഒരു സ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, സംബഡി വാസ് മെൻഷൻ, സ്കൂളിൽ നിന്ന് തന്നെ നമ്മൾ എന്തുകൊണ്ട് IEDC സ്റ്റാർട്ട് ചെയ്യണം. സ്കൂളിൽ IEDC സ്റ്റാർട്ട് ചെയ്യേണ്ട, നിങ്ങൾ ഇതേപോലെ സ്കൂളിൻ്റെ ടാലൻറ്റിനെ ഈ പ്രോസസ്സ് വഴി ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾ ഈ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് പോലെ നിങ്ങൾ എടുക്കുന്നൊരു പ്രോസസ്സിലേക്ക് വേണം. സ്കൂൾ സയൻസ് ഫെയർ അത് തമാശയാണ്. സ്കൂൾ സയൻസ് ഫെയർ എൻ്റെ ഫസ്റ്റ് ഇയർ ആസ് DPA ഞാൻ സ്കൂൾ സയൻസ് ഫെയറിൽ പോയപ്പോഴത്തേക്ക് ഒരു 35 50 എക്സിബിറ്റ്സ്. ഐ വാസ് സോ എക്സൈറ്റഡ്. ഇത്രയും പിള്ളേർ ഇത്രയും ബുദ്ധിപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. എനിക്കൊന്നും പഠിച്ചപ്പോൾ ഈ ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് വളരെ വിഷമിച്ചൊക്കെ ഞാൻ പോയി കണ്ടു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ, അന്ന് ഈ അഹമ്മദാബാദ് IIM-ൽ ദേ ഹാഡ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്നൊവേഷൻ ആൻഡ് ആൻറ്റർപ്രണർഷിപ്പ്, അനിൽ ഗുപ്ത നടത്തുന്നൊരു ഇതാണ്. ഞാൻ അവരെ ഉടൻ കോൺടാക്റ്റ് ചെയ്തു. ഐ ആസ്ക്ഡ് ദം ടു കം ഡൗൺ ആൻഡ് ഡു എൻ ഇവാലുവേഷൻ ഓഫ് ദീസ് പ്രോഡക്ട്സ്. ഈ കുട്ടികളുടെ എക്സിബിറ്റ്സ് നോക്കിയിട്ട് ഇതിനകത്ത് എത്ര എണ്ണം ഒരു പ്രോഡക്റ്റായിട്ട് മാറ്റാൻ പറ്റും, എത്ര എണ്ണത്തിന് പേറ്റൻറ്റ് കിട്ടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ്. അന്ന് IEDC എന്നുള്ള വാക്കൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, മറ്റേ ഈ പറയുന്ന സാധനമൊന്നുമില്ല, സ്റ്റാർട്ടപ്പ് മെഷീനൊന്നുമില്ല. അപ്പോൾ ഇവർ വന്ന് നോക്കിയിട്ട് ദേ വർ ഓൾസോ വെരി എക്സൈറ്റഡ്. അവർ ഇത് ഭയങ്കര സാധനമാണ്. അപ്പോൾ വളരെ രസകരമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ ഒരു കൊച്ചിൻ്റെ പ്രോജക്റ്റ് എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്. അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ 36 ലക്ഷം കുട്ടികളാണ് സ്കൂളിൽ പോകുന്നത്. 36 ലക്ഷം കുട്ടികളും ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും സ്കൂളിൽ മൂത്രം ഒഴിക്കും. ഈ ഒഴിക്കുന്ന മൂത്രത്തിൻ്റെ ക്വാണ്ടിറ്റി അങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഹ്യൂജ്, ഓൾ ദി ട്രീസ് വെർ 1 tree, വാട്ട് എ ബിഗ് ട്രീ ഇറ്റ് വുഡ് ബി എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ളൊരു കെമിക്കൽ പ്രോസസ്സ് വഴി പവർ ഉണ്ടാക്കാമെന്നാണ് ഇവൻ്റെ തിയറി. സോ ഐ വാസ് ക്വൈറ്റ് എക്സൈറ്റഡ്. ഇത് ലുക്സ്. അപ്പോൾ ഇവർ വന്ന് ഇതൊക്കെ അസസ് ചെയ്തിട്ട് പറഞ്ഞു, ഇത് ഈ മൂത്രത്തിൻ്റെ കാര്യമല്ല, 5-6 പോയിൻറ്റ്സ് ഇത് കൊള്ളാവുന്ന അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രോഡക്ട്സ് ഉണ്ട്, ഇവരെ നമുക്ക് പേറ്റൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ദെൻ ഐ റിയലൈസ്. അപ്പോൾ പേറ്റൻറ്റ് ചെയ്ത് ഒരു പ്രോസസ്സ് വഴിയൊക്കെ ഹാൻഡിൽ ഉള്ളൂ. അടുത്ത വർഷത്തെ ശാസ്ത്രമേളയിൽ പോയപ്പോഴും പ്രാക്ടിക്കലി ഇതിൻ്റെയൊക്കെ തന്നെ ഒരു വേരിയേഷനാണ് വീണ്ടും കളിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി, ഇതിനകത്ത് ഒരു ശാസ്ത്രമേള അവാർഡ് സംഘടിപ്പിച്ച് കൊടുക്കൽ
മാഫിയ എന്നല്ല, ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇന്നോവേഷൻ സ്കൂളിൽ നടക്കുന്നത്. അപ്പോൾ ഈ മറ്റേ നമ്മളെ യൂത്ത് ഫെസ്റ്റിവലിലെ ജഡ്ജിമാരെ പിടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ഇതിനൊരു ഒരു സെറ്റ് ഓഫ് അത് വലിയൊരു ഇൻഡസ്ട്രിയാണ്, അത് തന്നെ ഒരു ഇന്നോവേറ്റീവ് ഇൻഡസ്ട്രിയാണ്. ദാറ്റ് ഇസ് വാട്ട് വി ഷുഡ് അഗ്രി. പക്ഷെ അതൊരു പ്രോസസ്സിന് അവർ നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. വലിയ ചില കുട്ടികൾ അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയില്ല. ബട്ട് ഐ തിങ്ക് യു ഷുഡ് ലുക്ക് അറ്റ് ദിസ് സയൻസ് ഫെയർ ഓൾസോ ഇൻ ദിസ് തിങ് ആൻഡ് ഒബ്സർവ് ദിസ്. ഒരു സാധനത്തിൽ വെച്ചിട്ട് അതിനകത്തുള്ള മെർക്കുറിയോ അതിനകത്തുള്ള എന്താ കെമിക്കൽ അതിനെ സക്ഷൻ വഴിയെടുത്ത് ഈ സാധനത്തിനെ ഒരു കിപ്സ് പാരഡസ് പോലത്തെ ഒരു സാധനത്തിനകത്ത് വെച്ച് ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി ഇതിനെ ഒരു ബെനൈൻ മെർക്യൂറിക് സൾഫേറ്റോ എന്ന സാധനമായിട്ട് മാറ്റി അത് നമുക്ക് ദേഹത്തെ വച്ച് തേച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ മാറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് അവർ കണ്ടുപിടിച്ചത്. സോ ഐ തോട്ട് ഇറ്റ് ഇസ് ബ്രില്യൻറ്റ്. ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ബ്രില്യൻറ്റ് ബിക്കോസ് നമ്മളെല്ലാവരും പറഞ്ഞിട്ട് LED ബൾബുകൾ എന്ത് ചെയ്യും, ഭൂമി വിഷമയമാകുന്നു, ഇത് ബൾബുകൾ വലിച്ചെറിയുന്നു, മെർക്കുറി നമ്മളൊക്കെ കാണുന്ന സിനിമ എന്തുവാ, മെർക്കുറി ഇങ്ങനെ നമ്മൾ വലിച്ചെറിയുന്ന CFL ബൾബിൽ നിന്ന് പൊട്ടി മെർക്കുറി അടിയിലേക്ക് ഇറങ്ങി നമ്മുടെ ജലസ്രോതസ്സുകൾ ഇതാക്കി അത് കഴിക്കുന്ന കൊച്ചിന് ക്യാൻസർ വരും. ഈ ഭയങ്കര സിനറിയാണ്. അപ്പോൾ ഞാൻ ദൈവമേ ഈ CFL ബൾബുകൾ കാണുന്നിടത്ത് ഉപയോഗിക്കാൻ പറഞ്ഞ ഒരു സ്ഥാപനത്തിലാണല്ലോ ഞാൻ വർക്ക് ചെയ്യണമെന്നൊക്കെ എനിക്ക് കുറ്റബോധം കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പിള്ളേർ വരുന്നത്. നമ്മൾ അടിപൊളി, നമ്മൾ സ്ട്രൈറ്റ് ആയി എടുക്കുക, എന്ത് വേണം, അപ്പോൾ ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് വേണം, എന്തോ ഇത് നല്ല പ്രോഡക്റ്റാണ്, ഉടനെ എഴുതി കൊടുത്തു. നിങ്ങളിത് ചെയ്യുക, അത് വേണ്ട, ഞങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ, ഞങ്ങൾക്ക് ഇനി സാറ് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു കത്ത് തന്നാൽ മതി, ഞങ്ങൾക്ക് നാഷണൽ പ്രസിഡൻറ്റിൻ്റെ ഒരു കത്ത് കൂടെ വേണം. സോ ദിസ് ഡസൻറ്റ് വർക്ക്. So they have a brilliant idea, but they don't want to get into, they are not entrepreneurs, they possibly are innovators, or I think that the teacher is an innovator type of this thing, but then primarily they just want to accumulate this thing, saying that നിങ്ങൾ ഇടയ്ക്കിടെ കാണാറില്ലേ ഈ ഓരോ ശാസ്ത്രമേള കഴിയുമ്പോൾ എറണാകുളത്തെ ട്രാഫിക് കുരുക്കഴിക്കാൻ കുരുന്നുകൾ, ഈ കുരുന്നുകളെ കൂടെ എവിടെ അഴിച്ചത്? ദിസ് ഡസൻറ്റ് വർക്ക് ദാറ്റ് വേ. സോ പക്ഷേ സം ഓഫ് ദീസ് ഐഡിയാസ് ക്യാൻ പെർഹാപ്സ് ഗെറ്റ് ഡെവലപ്ഡ്. അവിടെയാണ് ഒരു കണക്റ്റ് കൊണ്ടുവരേണ്ടത്. സ്കൂൾ ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഐ എം എ ബിറ്റ് സ്കെയറി, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്തു നിന്നുള്ള ഈ ട്രാഫിക് കുരുക്കഴിക്കുന്ന കുരുന്നുകളുടെ അഭിപ്രായങ്ങളെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നിങ്ങൾക്ക് കൊണ്ടുവരാം. ദാറ്റ് ഈസ് വാട്ട് വുഡ് ബി മോർ ബെറ്റർ. ദെൻ somebody had mentioned about ഈ SSIസിന് ഇതേപോലത്തെ ഇൻപുട്സ് കിട്ടുന്ന ഒരു പ്രോസസ് ഉണ്ട്, അവരോട് ലിങ്ക് ചെയ്യണം. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. പക്ഷേ ലെറ്റ്സ് നോട്ട് സ്പ്രെഡ് അവർ സെൽസ് ടു ഫാർ. ഇപ്പം നിങ്ങൾക്ക് ഈ ടെക്നോ പാർക്കിലെ കമ്പനികൾ ദേ ആർ പ്രിപ്പയർഡ് ടു ഗിവ് ദാറ്റ് ലിങ്കേജ്. ഗവൺമെൻറ് ഇസ് പ്രിപ്പയർഡ് ടു ദാറ്റ് ലിങ്കേജ്. ഇവിടെ രണ്ടിടത്തും ഒന്ന് അത്യാവശ്യം സ്റ്റെബിലൈസ് ചെയ്ത ശേഷം നമുക്ക് മറ്റേതിലേക്ക് പോകാം. മറ്റേ നാട്ടുകാരെ മുഴുവനും നമ്മൾ രക്ഷപ്പെടുത്തി കളയും എന്ന് പറയുന്ന ഒരു ആഹ്വാനമായിട്ട് ഇപ്പോഴേ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും നിന്ന് അടി വാങ്ങിക്കാം. നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് നിന്ന് ആദ്യം അടി വാങ്ങിക്കാം. അത് അവിടെ അത്യാവശ്യം നമ്മൾ അടി വാങ്ങിക്കാൻ നമ്മളൊരു പ്രിപ്പയർഡ് ആണ് എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സ്ഥലത്തേക്ക് ഇറങ്ങാം. ബട്ട് ദാറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. അഗ്രികൾച്ചർ, ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ ആർ നോട്ട്. കൃഷി മേഖലയിൽ എന്തിന് ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ഇവിടെയൊക്കെ ഇതിൻ്റെ സ്പേസ് ഉണ്ട്. പക്ഷെ നമ്മളിവിടെ എല്ലായിടത്തും പോയി എല്ലാത്തിനും ഒറ്റമൂലി കാണുന്നല്ലായി എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് ആൻഡ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞ് പോകാൻ പറ്റിയല്ല. നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് പോകാം. പിന്നെ ദിസ് പ്രോബ്ലം, ഈ മെൻറ്ററിങ് ലിമിറ്റേഷൻസ് കൂടുതലും അക്കാഡമിക്കാണ്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ആ പ്രശ്നമുണ്ട്. ആ പ്രശ്നം നമ്മൾ എങ്ങനെ പരിഹരിക്കുക എന്നുള്ളത് നമ്മൾ എല്ലാവരും കൂടെ ആലോചിക്കണം. രണ്ട് പോസിബിലിറ്റി ഉള്ളത്, നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ എത്രത്തോളം അക്കാഡമിക് ആണെങ്കിലും അല്ലെങ്കിൽ അക്കാഡമിക് ആണെന്ന് നമ്മൾ നടിച്ചാലും ആ പിള്ളേർക്ക് കുറച്ചുകൂടെ ഇതിനകത്ത് പ്രായോഗികമായിട്ട് അവരെന്തായാലും അക്കാഡമിക് അല്ല. അപ്പോൾ അവർക്ക് ഈ നിങ്ങൾ പറയുന്ന വലിയ അക്കാഡമിക് റിസർച്ച് പേപ്പറും ഒക്കെ അവർ ഈ പറഞ്ഞതുപോലെ ഒന്ന് ഓടിച്ച് വായിച്ചിട്ട് അവർ വെളിയിൽ കളഞ്ഞിട്ട് അതിൻ്റെ സിനോപ്സിസ് അടുത്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ബേസിൽ അവർ യൂസ് ചെയ്യാനുള്ള മെക്കാനിസം അവർ കണ്ടുപിടിച്ചോളൂ. നമുക്ക് നമ്മൾ കുറച്ച് അൺഅക്കാഡമിക് ആകാനുള്ള ഒരു അൺലേണിംഗ് പ്രോസസ്സ് ഒരു പക്ഷേ ചെയ്യേണ്ടി വന്നേക്കാം. പിള്ളേർ അതിനകത്ത് ഭയങ്കരമായിട്ട് നമ്മുടെ കാൽ ചുവടുകൾ മാത്രമേ അവർ ഫോളോ ചെയ്യൂ നമ്മൾ ധരിക്കേണ്ടതില്ല. പക്ഷേ ദാറ്റ് ഇസ് എ പോയിന്റ്. അതായത് ടീച്ചേഴ്സിന് കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷൻ കൊണ്ടുവരേണ്ടതുണ്ട്. അത് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഞാൻ KCBയിൽ ഉണ്ടായിരുന്നപ്പോൾ വി ഹാഡ് ദിസ് ഇന്നോവേഷൻ സോൺ അഗ്രിമെൻറ്റ് വിത്ത് സ്റ്റാർട്ടപ്പ് വില്ലേജ്. അപ്പോൾ KCB ഇസ് എ വെരി റിജിഡ് ഓർഗനൈസേഷൻ. ഞാൻ വർക്ക് ചെയ്തതിൽ വെച്ച് ഏറ്റവും വളരെ റിജിഡായിട്ടൊരു ഓർഗനൈസേഷനാണ്. അവർ സ്ട്രോങ് ആണ്.
ഫ്ലെക്സിബിലിറ്റി വളരെ കുറവ്, വളരെ ഇന്നൊവേറ്റീവായിട്ടൊന്നുമല്ല, അവർ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു പോകും. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വന്ന് ഈ കുട്ടികൾ കുറേ ഐഡിയ പറയും, അതൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികളെന്തോ ഐഡിയ പറയാം, നമ്മൾ എത്ര വർഷമായിട്ട് ഈ വൈദ്യുതി മേഖലയിലെ പ്രശ്നങ്ങൾ മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ വളരെ ഡിസ്മിസീവായിരുന്നു. ബട്ട് ഐ വാസ് വെരി പാഷനറ്റ് അബൌട്ട് ഇറ്റ്. സോ ഐ സെഡ് ആദ്യത്തെ മീറ്റിങ്ങിന് ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞു. ദെൻ ദേ വർ എ ബിറ്റ് അഫ്രൈഡ്. ഈ KCB ഈസ് എ വെരി ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ. അവിടെ KCB ചെയർമാൻ സെൻട്രിക് ഓർഗനൈസേഷൻ, ചെയർമാൻ വളരെ അവിടുത്തെ ഒരു പ്രധാന കക്ഷിയാണ്. അപ്പോൾ ഈ ചെയർമാൻ വേറെ ഒരു പണിയും ഇല്ലാഞ്ഞിട്ടല്ലേ ഈ പിള്ളേർ പറയുന്ന കഥ കേൾക്കാൻ വരണം എന്നുള്ള രീതിയിൽ അവർ എന്നെ പുച്ഛത്തോടുകൂടിയൊക്കെ നോക്കി. പക്ഷേ ആദ്യത്തെ മീറ്റിംഗ് ഞാൻ വന്നു. ദെൻ ഐ ഇൻറ്ററാക്ട് വിത്ത് ദ സ്റ്റുഡൻസ് ആൻഡ് ദർ വാസ് സം ഫീഡ്ബാക്ക് വിച്ച് ഹാപ്പൻ. അപ്പോൾ ഈ എൻ്റെ കൂടെ വന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുക, ഭയങ്കര മസിലിരിക്കുക. പക്ഷേ രണ്ട് മീറ്റിങ്ങിന് ഞാൻ പോയി. മൂന്നാമത്തെ മീറ്റിംഗ് ആയപ്പോഴത്തേക്ക് ഇവരുടെ കുറച്ച് മസിലൊക്കെ ഒന്നായിരുന്നു. ഒരു വർഷം ഞാൻ ഈ പ്രോഗ്രാം നടത്തി. ഒറ്റ സ്റ്റാർട്ടപ്പും ഞങ്ങൾക്ക് വി ഡിഡ് സംതിങ്. ഞങ്ങൾ കുറച്ച് എസ്തെറ്റിക് ലൈറ്റിംഗ്, മറ്റേ കുറച്ച് സോളാറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അതൊരു വലിയ സബ്സ്റ്റാൻഷ്യൽ ലെവലിൽ സക്സസ് ഉണ്ടായില്ല. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർട്ടപ്പ്സായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന 10 ഓഫീസേഴ്സ് ദേ ബിക്കെയിം വെരി ഓപ്പൺ. അവർ വളരെ ഇന്നോവേറ്റീവായി. ഇതാണ് ഇതിനകത്ത് വരുന്ന ഒരു റെസിഡ്യുവൽ ഫാക്ടർ. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന മാറ്റം നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾക്ക് ഇതിനകത്തൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുക. ആ മാറ്റത്തിന് വലിയ സാധ്യതയുണ്ട്, ആ മാറ്റത്തിന് വലിയ പ്രസക്തിയുണ്ട്. നിങ്ങൾ ഉണ്ടായിരുന്ന ഒരു അക്കാഡമിക് റിഗറിൽ, നിങ്ങളുണ്ടായിരുന്ന ഒരു അധ്യാപകൻ എന്നുള്ള ആ ഒരു റിഗറിൽ നിന്ന് ഒത്തിരി നിങ്ങൾ സ്വയം മാറുന്നുണ്ട്. ദാറ്റ് ഈസ് ദ fundamental part about it. That is the positive thing, and that I feel is very good for the system. So that will happen at that level. Okay. Thank you.